രാശിശീല പ്രകരണം. വൃത്താദ്രാം മൃദു ഉഷ്ണശാ ഖലകുഷ്ക്. സംസ്കൃതത്തിന്റെ ചില ക്വാളിറ്റീസ്. ക്ഷിപ്രപ്രസാദോഷ്ഠനഃ കാമേ ദുർബല ജാനൂരസ്ഥിരത സ്ഥിരതനഃ ശുരോംഖന വല്ലഭ സേവാജ്ഞ പൂനഹി വ്രണാങ്കിത ശിര മാനിസഹോസ്താഗ്രജ ശക്തിയ പാണിതലേഹി തോതി ചപല. തോന്നുള്ളതിന്റെ അത് വെട്ടിയിട്ടില്ല, അത് ഞാൻ അങ്ങോട്ടിയതാണ്. ശക്തിയ പ്രാണിതലേഹി തോതി തൊഴിലബല സ്വയേച്ഛഭീരു ക്രിയേ. ഓക്കെ, അടുത്ത ഓൺലൈനിലെ നല്ല രസമുണ്ടോ? നിങ്ങൾക്ക് പ്രമാണമൊക്കെ പഠിക്കാൻ നല്ല സുഖമുള്ളല്ലേ? താമ്ര കൃഷ്ണ ശാഹല ശാഹ ലഘു ക്ഷിപ്ര പ്രസാദോടന കാമി ദുർബല ജാനുരസ്ഥിര ധനഃ ശൂരോങ്കന വല്ലഭ സേവാജ്ഞ പുനഘ്രി വ്രണാങ്കിത ശിര മാനി സഹോദ്ധാഗ്രജ ശക്ത്യപാണിതലേങ്കി തോതി ചപല സ്തോയോച്ഛഭീരു ക്രിയേ. ഇനിയും വേറെ ആരെങ്കിലും? ആമ്ര ദൃഗുഷ്ണ ശാത ലഘുഭുക് ക്ഷിപ്ര പ്രസാദോഹനഃ കാമി ദുർബല ജാനുരസ്ഥിരധനഃ ശുരോങ്കനാ വല്ലഭഃ സേജ്ഞ കുനകേ വ്രണാങ്കിത ശിര ആനി സഹോത്താഗ്രജഃ ശക്യ പാണിതലേങ്കി ആദിചപലഃ സ്തോയേജ ഭീരു ക്രിയേ. ഇതെന്താന്നറിയോ? നമ്മളിപ്പോ ഇത്രയും പേര് വായിച്ചില്ല, ഓരോരുത്തരും വായിച്ചത് വ്യത്യസ്തമല്ലേ? ഈ സംസ്കൃതത്തെ ഉച്ചരിക്കുന്നതിനകത്ത് ചില പ്രത്യേക പ്രയോഗ രീതികളുണ്ട്. അത് ആചാര്യൻ എഴുതിയതിൽ ഞാൻ അത് മര്യാദയ്ക്ക് വായിച്ചു കേട്ടതെന്ന് ഞാനിപ്പം വിചാരിച്ചിരിക്കുന്നത് എന്റെ തിരുവനന്തപുരത്തുള്ള ഒരു ഗുരുനാഥനിൽ നിന്നാണ്. അദ്ദേഹത്തിന്റെ ശിഷ്യാണങ്ങളും ഇത് ഇങ്ങനെയാണല്ലോ എന്ന് നമുക്ക് തോന്നുന്ന ഒരു വിധത്തില്. ബാക്കിയുള്ളതൊക്കെ ഇത് എങ്ങനെയാ വായിക്കുന്നതെന്ന് ഓരോരുത്തരും ഓരോ വിധത്തിൽ വായിച്ചു പോകും. വൃത്ത താമ്രദൃക് ഉഷ്ണശാഖ ലഘുഭുക്, 3 അവിടെ വൃത്ത താമ്ര ദൃക് ഉഷ്ണ ശാഖ ലഘുഭുക് ക്ഷിപ്ര പ്രസാദോ അഠന ദോടന എന്നാണ് അവിടെ ഉള്ളത്. കാമി ദുർബല ജ്ഞാനു രസ്ഥിരധന, അവിടെ രസ്തി അസ്ഥിരധന, മനസ്സിലാവുന്നുണ്ടോ? അസ്ഥിരധന. ശൂര, അവിടെ ശൂന്നുണ്ട്, ശൂരാംഗന വല്ലഭ, ശൂര അങ്കന വല്ലഭ. അടുത്തത് സേവാജ്ഞ ഹുനഖി, കുഴിനകം എന്നാണ് അതിനർത്ഥം. ഋണ മൃവ അങ്കിത ഋണാങ്കിത കുഴിനകം ഉണ്ടായത്. സേവ പിന്നെ കുനഖി വൃണാങ്കിദിശ മാനി സഹോദരൻ നമ്മൾ അവിടെ പഠിച്ചില്ലേ? സഹോദ് അഗ്രജ ശക്യ പാണി തലേങ്കി തോതി ചപല എന്നാണ് അവിടെ ഉള്ളത്. പക്ഷെ തോതിയെ ഞാനൊന്ന് അന്വേഷിച്ചപ്പോഴൊന്നും എനിക്ക് കിട്ടിയിട്ടില്ല. പക്ഷെ താതി എന്ന് പറയുന്നത് തലേങ്കത അങ്കി താതി ചപല, അതായത് അതിചപല, അതാണ് അവിടെ വരുന്നത്. തലേങ്കിത അതിചപല എന്ന അർത്ഥത്തിലാണ്. തോതി ചപല എന്നാണ്, അതിവിടെ അതിചപലയാണത്. അത് സ്തോയേജ ഭീരു ക്രിയ. അപ്പൊ ഇതിനെ വളരെ സിമ്പിൾ ആക്കി ഇതിന്റെ അർത്ഥം അവിടെ തൊട്ട് താഴെ വീണ്ടും പറഞ്ഞിട്ടുണ്ട്. എന്താ? ചന്ദ്രൻ മേടത്തിൽ നിൽക്കുമ്പോൾ. വായിക്കോ, ഓൺലൈൻ ആരെങ്കിലും വായിച്ചു? ചന്ദ്രൻ മേടത്തിൽ നിൽക്കുമ്പോൾ ജനിച്ചവൻ.
വൃത്താകൃതിയിലുള്ളവയും അല്പം ചുവപ്പ് നിറത്തോട് കൂടിയവയുമായ കണ്ണുകളോട് കൂടിയവയും. നോക്കണേ, ഇനിയുള്ള ഇപ്പൊ വലത് സൈഡിലുള്ള അർത്ഥങ്ങൾ അങ്ങ് വായിച്ചു വെക്കോ, ബാക്കി ഞാൻ പറഞ്ഞുതരാം. ഉഷ്ണശാലു, അത് വേണ്ട, വലത് സൈഡിലെ അർത്ഥങ്ങൾ മാത്രം വായിച്ചാൽ മതി. ചൂടുള്ള ഭക്ഷണ സാധനങ്ങളും ഇലക്കറികളും ഇഷ്ടപ്പെടുന്നവനും അല്പം മാത്രം ഭക്ഷിക്കുന്നവനും, പെട്ടെന്ന് സന്തോഷിക്കുന്നവനും സഞ്ചാരശീലനും, കാമവികാരം കൂടുതലുള്ളവനും, മുട്ടിന് ഉറപ്പില്ലാത്തവനും, ദീർഘകാലം നിലനിൽക്കാത്ത സമ്പത്തോടു കൂടിയവനും, ശൗര്യമുള്ളവനും, സ്ത്രീകൾക്ക് പ്രിയപ്പെട്ടവനും, അന്യരെ വശത്താക്കാൻ സാമർഥ്യമുള്ളവനും, കുഴിനകം എന്ന രോഗമുള്ളവനും, തലയിൽ വ്രണം കൊണ്ടുള്ള അടയാളത്തോടു കൂടിയവനും, ഗർവിഷ്ഠനും, സഹോദരന്മാരിൽ മൂത്തവനും, ശക്തി എന്ന രേഖ ഉള്ളം കയ്യിലുള്ളവനും, അമിതമായ ചാവല്യത്തോടു കൂടിയവനും, വെള്ളം കണ്ടാൽ ഭയം തോന്നുന്നവനുമായിരിക്കും. നിങ്ങൾക്ക് അർത്ഥം ഇതെന്താ പറയുന്നതെന്നറിയോ? നിങ്ങൾ ഇനി നോക്കണം, വളരെ സീരിയസ് ആയിട്ട് ചിന്തിക്കുകയാണ്. ഇത് ഈ നേരത്തെ പറഞ്ഞ പോലെ ഒന്നുമല്ല ഇത്. നമ്മൾ ഇതുവരെ ഉണ്ടായിരുന്ന ഭാവങ്ങളും കാര്യങ്ങളും ഒക്കെയാ. ഫലം പറയാനുള്ള കിടുക്കനായിട്ടാണ് രാശിശീലം. എന്താണ് മേടം രാശി എന്ന് പറയുന്ന രാശിയുടെ സ്വഭാവത്തെ കുറിച്ചിട്ടാണ് ഇവിടെ പറയുന്നത്. ശ്രദ്ധിച്ചു കേൾക്കുക. മേടം രാശി എന്ന് പറയുന്ന രാശിയുടെ സ്വഭാവം. 12 രാശികൾ നമുക്കുണ്ടല്ലോ. നേരത്തെ ഞാൻ പറഞ്ഞു തന്നെല്ലാം ഭാവങ്ങളായിരുന്നു. ഇവിടെ എന്താ ഞാൻ പറഞ്ഞു തരുന്നത്? രാശി. മേടം രാശിക്ക് ഉള്ള സ്വഭാവം 1. ഇനി ഇവിടെ എന്താ പറഞ്ഞിരിക്കുന്നത്? ചന്ദ്രൻ മേടത്തിൽ നിൽക്കുമ്പോൾ ജനിച്ചവൻ എന്നുള്ള അർത്ഥമാണ്. ചന്ദ്രൻ മേടത്തിൽ നിൽക്കുമ്പോൾ ജനിച്ചവൻ എന്ന് പറഞ്ഞു കഴിയുമ്പോൾ നോക്കണം, മേടത്തിൽ ചന്ദ്രൻ നിൽക്കണമെങ്കിൽ അശ്വതി, ഭരണി, കാർത്തിക കാലം ഇത്രയും പേരും ഈ സ്വഭാവക്കാരായിരിക്കുമോ? ആയിരിക്കുമോ? അല്ല. ഇനി വേറെ ഈ ചന്ദ്രൻ എന്ന് പറയുന്നത് മാത്രം നിങ്ങൾ പരിഗണിക്കണ്ട. മേട ലഗ്നം 1-ാം ഭാവം മേടമായി വരുന്നവർക്ക് എന്ത് ഫലങ്ങൾ അനുഭവിക്കാമെന്നുള്ള സ്വഭാവ ക്വാളിറ്റീസ് ആണ് ഇവിടെ ഉണ്ടാവുക. മനസ്സിലാകുന്നുണ്ടോ? അപ്പം രാശിശീലം നമുക്ക് എടുത്തു കഴിഞ്ഞാൽ, ഇപ്പോ മേടൻ രാശി ലഗ്നമാകുന്ന ഒരാൾക്ക് ഉള്ള ക്വാളിറ്റീസാ പറഞ്ഞേ. വൃത്ത, താമ്രത്, ഉഷ്ണശാല. അപ്പം വൃത്താകൃതിയിലുള്ള മുഖം എന്നാ പറയുക. വൃത്താകൃതിയിലുള്ള അല്പം ചുവപ്പ് നിറത്തോട് കൂടിയ ചുവപ്പ്. താമ്രം എന്ന് പറഞ്ഞാൽ ചുവപ്പല്ല, ചെമ്പെന്നാണ്, ചെമ്പിച്ച നിറമാണ്. ഓക്കെ, താമ്രം, ചെമ്പൻ നിറത്തിട്ട്. അപ്പോ ഫലം പറയുമ്പോൾ നിങ്ങൾ ഈ മേടൻ രാശി ഈ ലഗ്നമാകുന്ന ഒരാൾക്ക് ഇന്ന ഫലങ്ങളൊക്കെ പൊതുവെ അനുഭവിക്കാൻ യോഗമുണ്ട്. അത് ഇൻബിൽട്ട് ആയിട്ട് ബൈ ഡീഫോൾട്ട് ജന്മന മേടൻ രാശിക്ക് ഈ പറയുന്ന ക്വാളിറ്റീസുകളൊക്കെ കൊടുക്കാൻ യോഗമുണ്ട്. അപ്പൊ നോക്കണം, മേടൻ രാശിക്ക് ഏതാ? മ്യൂട്ട് ആക്കിയിട്ട് വെക്കുക കേട്ടോ. ഇത് മേടം ലഗ്നമാണോ മേടം രാശിയാണ്? മേടൻ ലഗ്നം വന്നാലും മേടൻ രാശിയും രണ്ടും, ചന്ദ്രൻ അവിടെ ഉണ്ട് പോലും ഇല്ല പോലും, അവിടെ ഏത് ഗ്രഹം വേണേലും നിന്നോട്ടെ, നിങ്ങൾ കൺസിഡർ ചെയ്യേണ്ടത് മേടത്തിന്റെ സ്വഭാവത്തെ കുറിച്ചാണ്. ഓക്കെ, അങ്ങനെ എടുത്തുകൊള്ളുക. മേടൻ രാശിയുടെ സ്വഭാവം എങ്ങനെയാകാം? അപ്പോ ആ മേടൻ രാശിയിൽ കുറെ കാര്യങ്ങൾ ഇപ്പൊ അതിനകത്തുണ്ട്. ചൂടുള്ള ഭക്ഷണ സാധനങ്ങളും ഇലക്കറികളും ഇഷ്ടപ്പെടുന്നവനും അല്പം മാത്രം ഭക്ഷിക്കുന്നവനും എന്ന് പറയുന്നുണ്ടല്ലോ, ഉണ്ടല്ലോ അല്ലെ? അത് നിൽക്കട്ടെ, ആ ഒരൊറ്റ കാര്യമില്ല. ഇപ്പൊ ഈ മേടൻ രാശി ലഗ്നത്തിൽ വരുന്ന എല്ലാവരും ചൂടുള്ള ഭക്ഷണം ഇഷ്ടപ്പെടണമെന്നുണ്ടോ? അടിസ്ഥാനപരമായിട്ട് പറയാണ്, ഈ രാശി 1-ാം ഭാവമായി വരുന്ന ഒരാൾക്ക് പൊതുവെ ഫ്രഷ് ഐറ്റംസിനോടായിരിക്കും താല്പര്യം. ഉടനെ കുക്ക് ചെയ്ത് ഉടനെ കഴിക്കുന്നതിനോടായിരിക്കും താല്പര്യം. ചെറിയ ചെറിയ കുറേശ്ശെ കുറച്ച് കഴിക്കുന്നതിനോടായിരിക്കും താല്പര്യം. അത് ഇൻബോണായിട്ട് അവിടെ വെച്ചിരിക്കുക. ഇത് എങ്ങനെയാണ് മറ്റൊരു വിധത്തിൽ ഉപയോഗിക്കാൻ പറ്റുക? ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ, മേടൻ രാശി ഒരാൾക്ക് 4-ാം ഭാവമായി വന്നു എന്ന് വിചാരിക്കും. ഓക്കെ, 4-ാം ഭാവമായി വന്നു എന്ന് വിചാരിക്കാം. അല്ലെങ്കിൽ നമ്മൾ മുമ്പേ കണ്ട ജാതകത്തിൽ രാജീവ് ഓൺലൈനിൽ എത്തിയോ? അത് ലഗ്നം കർക്കിടകമായിരുന്നു. അയാൾക്ക് 10-ാം ഭാവമല്ലേ മേടൻ രാശി, അല്ലേ?
അപ്പം ഈ വ്യക്തിയുടെ 10ാം ഭാവം ബഹുമാനാർഹമായ തൊഴിൽ സ്ഥാനത്തെ കുറിച്ച് പറയുകയാണെങ്കിൽ ചൂടുള്ള ഭക്ഷണ സാധനങ്ങൾ ഇലക്കറികളും ഇഷ്ടപ്പെടുന്നവൻ എന്ന് പറയുമ്പോൾ അവിടെ തൊഴിലിൽ ചൂടുള്ള ഭക്ഷണം വല്ലതും ഉണ്ടോ? ബന്ധിപ്പിക്കാൻ പറ്റുന്ന കുക്കിംഗ് എന്നുള്ളതല്ല, കുറേശ്ശെ ഭക്ഷിക്കുന്ന സ്വഭാവം ഉണ്ടാകുക എന്ന് പറയുമ്പോൾ നോക്കണം, അയാളുടെ തൊഴിൽ സ്ഥാനത്തിന്റെ മേൽഗതി കുറേശ്ശെ ആയിരിക്കും. മനസ്സിലാവുന്നുണ്ടോ? ഈ ഘടകം നമുക്ക് എന്തിന് എവിടെ വേണേലും ആക്ട് ചെയ്യാം. അതേപോലെ 4ാം ഭാവത്തെ സംബന്ധിക്കുകയാണെങ്കിൽ 4ാം ഭാവം, വീട്, വാഹനം, ഇതെല്ലാം എന്താണ്? കുറച്ച് പതുക്കെ ക്വാളിറ്റി ആയിട്ട് കുറേശ്ശെ നല്ല രീതിയിൽ കിട്ടുന്നു. അപ്പൊ പെട്ടെന്നില്ല അതില്. മനസ്സിലാവുന്നുണ്ടോ? നമുക്ക് പതുക്കെ എന്നുള്ളതിനപ്പുറത്ത് കുറച്ച് എന്നുള്ളതിനാ പതുക്കെ എന്നൊരർത്ഥം പൂർണ്ണമായിട്ട് എടുക്കുകയും വേണ്ട. കുറച്ച് മനസ്സിലാവുന്നുണ്ടോ? ഇപ്പൊ 4ാം ഭാവത്തിൽ തൃപ്തി എന്നൊരു കാര്യം ഞാൻ പറഞ്ഞു തന്നിട്ടുണ്ട്, ഓർമ്മയുണ്ടോ? ഉണ്ടോ? അപ്പൊ അവർക്ക് തൃപ്തിയാകണമെങ്കിൽ, ഏതൊരു കാര്യത്തെ കുറിച്ചും തൃപ്തിയാവണമെങ്കിൽ അതിന്റെ തൊട്ട് മുമ്പുള്ള ചൂടുള്ള ഭക്ഷണ സാധനം, അതായത് അവരൊരു ഡിമാൻഡ് അവിടെ വെച്ചിരിക്കുക, ഞങ്ങൾക്ക് ഇങ്ങനെയൊക്കെയുള്ള സാധനമാണെങ്കിൽ തൃപ്തിയായിരിക്കും. അതിനർത്ഥം ആ മാനദണ്ഡത്തെ വഹിക്കാത്ത ഏത് വിഷയവും അയാൾക്ക് തൃപ്തി ലഭിക്കുവോ? 10 എണ്ണത്തിൽ 1 എണ്ണം കിട്ടിയാലായി. മനസ്സിലാവുന്നുണ്ടോ? ഏതു കാര്യത്തെയും നമുക്ക് അങ്ങനെ എടുക്കാം, അങ്ങനെ ബന്ധിപ്പിക്കാം. ഇത് കൃത്യമായിട്ട് അറിഞ്ഞിരിക്കണമെങ്കിൽ ഈ രാശിശീലം മനോഹരമായിട്ട് നമുക്ക് പഠിക്കാൻ കഴിയണം. ഇനി നോക്കൂ, 7ാം ഭാവം ആയിട്ട് ഇപ്പം മേടൻ രാശി 7ാം ഭാവമായിട്ട് വന്നു എന്ന് വിചാരിക്കും. അതായത് തുലാം രാശി ലഗ്നമായിട്ട് 7ാം ഭാവം മേടൻ രാശിയായി. അവിടെ അയാളുടെ വിവാഹ ജീവിതം എന്ന് പറയുന്നതിനോട് എങ്ങനെയായിരിക്കും അയാൾക്ക് താല്പര്യം? പതുക്കെ എന്നുള്ളതിനപ്പുറത്ത് ചൂടുള്ളത്, ഫസ്റ്റ് മാരേജ് പ്രയോറിറ്റി ഞാൻ ഇൻബോൺ ആയിട്ട് തരികയാണ്. അപ്പൊ അയാൾക്ക് വിദ്യാവണ്ണം തന്നെ പറയാം, ചൂടുള്ളതല്ലേ, ഫ്രഷ് അല്ലേ. അപ്പൊ ആദ്യത്തെ വിവാഹം സാഹചര്യങ്ങൾ അവിടെ ഉണ്ട് അല്ലെ. ആദ്യം തന്നെ നല്ല പങ്കാളിയെ കിട്ടുക, നല്ല പങ്കാളി എന്നുള്ളത് പിന്നെ ആദ്യ വിവാഹത്തിൽ തന്നെ. അപ്പം അതിനകത്ത് അതിനോട് ചേർത്തിട്ട് പറയാ എന്താ, ഒരു പ്രത്യേക ഡിമാൻഡൊക്കെ അവിടെ അയാൾക്കുണ്ട്. 7ന്റെ കാര്യത്തിൽ, പങ്കാളിയുടെ കാര്യത്തിൽ ചില പ്രത്യേക നിബന്ധനകളില്ലേ, എനിക്ക് ഇങ്ങനെയൊക്കെ ആയിരിക്കണം. ആദ്യത്തേതെന്ന് തന്നെ പറയണം നിർബന്ധമുണ്ടോ? ഇല്ല. എനിക്ക് അത് അവിടെ അതിന്റെ അർത്ഥം ഈ ചൂടുള്ള ഭക്ഷണ സാധനങ്ങളോട് കൂടുതൽ പ്രിയമുണ്ടാകുക, അല്ലെ ഇഷ്ടപ്പെടുന്നു എന്ന് പറയുമ്പോൾ ആ കാറ്റഗറിയിൽ ആ ഗ്രഹം നിൽക്കുന്നതോ കാണുന്നതോ നോക്കുന്നതോ ആയ സ്വഭാവത്തിന് താല്പര്യം വർദ്ധിക്കുന്ന രീതിയിൽ, മനസ്സിലാവുന്നുണ്ടോ? അവർക്കൊരു ഡിമാൻഡ് ഉണ്ടാവും, എനിക്ക് ഇങ്ങനെയൊക്കെ കിട്ടിയാലാണ് ഞാൻ പങ്കാളിയെ അക്സെപ്റ്റ് ചെയ്ത് നല്ല വിധത്തിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ. സോ 7ാം ഭാവത്തിൽ അവിടെ ഒരു ഡിമാൻഡ് ക്രിയേറ്റ് ചെയ്തു എന്നാണ് അതിനർത്ഥം. മനസ്സിലാവുന്നുണ്ടോ? നമുക്കിനി മുന്നോട്ട് പോകാം, അത് അപ്ലൈ ചെയ്യാം. നിങ്ങൾക്ക് അതിനകത്ത് എന്തൊക്കെ ഉണ്ടെന്ന് ആദ്യമേ നോക്കാം. ഓക്കെ, അപ്പൊ ചന്ദ്രൻ മേടൻ രാശിയിൽ നിൽക്കുമ്പോൾ അല്ലെങ്കിൽ മേട ലഗ്നമായിട്ട് വരുന്ന ഒരാളുടെ ജാതകം, ഈ ഗ്രൂപ്പിൽ മേട ലഗ്നം ആരൊക്കെയുണ്ട്? ആരെങ്കിലും ഉണ്ടെങ്കിൽ മ്യൂട്ട് മാറ്റിയിട്ട് പറയണം. ഉണ്ടോ? ആരുമില്ല. മേടലഗ്നം ആരില്ല. അയ്യോ, എന്തൊരു കഷ്ടപ്പി, 10-27 പേരുണ്ടായിട്ട് മേടലഗ്നം ഇല്ലാതെ പോയല്ലോ. നിങ്ങൾ ഇതുപോലെ ഒരു പഞ്ചാംഗം പരിചയപ്പെട്ടായിരുന്നല്ലോ, ജ്യോതിഷഭൂഷണം. ഈ രാശിയുടെ ശീലം, രാശികൾ നിങ്ങൾ നോക്കിയിട്ടുണ്ടോ? എന്തെങ്കിലുമൊക്കെ ഫോട്ടോ, ഒരു ഇമേജുകൾ അതിനകത്ത് ഉണ്ടാവും. മേടൻ രാശിയിൽ എന്താണ് ആദ്യത്തെ ഇമേജ്? ആടിന്റെ രൂപം കണ്ടോ? ഓക്കെ, നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി, ഈ ആടിന്റെ സ്വഭാവം എന്തൊക്കെയാണ്? ഒരിടത്ത് അടങ്ങി നിൽക്കത്തില്ല അല്ലേ? ആടിന്റെ സ്വഭാവം ഒരിടത്തടങ്ങി നിൽക്കത്തില്ല. അതിവിടെ പറയുന്നുണ്ടോ ജ്യോതിശാസ്ത്രത്തിൽ? നമുക്ക് നോക്കാം. വൃത്ത താമ്രത് ഉഷ്ണശാഖ ലഘുബുക്ക് അല്ലെ? എന്താ വൃത്ത താമ്രത് ഉഷ്ണശാഖ ലഘുബുക്ക് ക്ഷിപ്രപ്രസാദ അഠന. അഠന എന്ന വാക്കുകൊണ്ട് അർത്ഥമാക്കുന്നത് നടക്കൽ, സഞ്ചരിക്കൽ.
എന്താണ്? നടക്കൽ, സഞ്ചരിക്കൽ, ചന്ദ്രൻ അവിടെ നിൽക്കണമെന്ന് യാതൊരു നിർബന്ധവുമില്ല. വീണ്ടും ഞാൻ പറയുകയാണ്, അത് അതിനകത്ത് അങ്ങനെ എഴുതി വെച്ചിരിക്കുന്നു. പക്ഷെ ചന്ദ്രൻ അവിടെ നിൽക്കണമെന്ന് യാതൊരു നിർബന്ധവും ഇല്ല. നടക്കൽ, ചുറ്റിത്തിരിയൽ. അടന എന്ന വാക്കിന് ചുറ്റിത്തിരിയൽ എന്നൊരർത്ഥമുണ്ട്. ഇതൊക്കെ ഓർത്തു വെക്കണം. അപ്പൊ മേടൻ രാശിയിൽ ആടിന്റെ സ്വഭാവം എന്തുവാ? ഈ പറയുന്ന ചുറ്റിത്തിരിയലും നടക്കലും ഒക്കെ തന്നെയാണെന്ന് ഒരിടത്ത് ഇരിക്കുവോ? അടങ്ങിയിരിക്കുന്നത് ഇല്ല. നിങ്ങൾ ആടിന്റെ ആദ്യത്തെ ക്വാളിറ്റി പറഞ്ഞ അടങ്ങിയിരിക്കില്ല. അത് ഇവിടെ പ്രമാണത്തിൽ പറഞ്ഞിട്ടുണ്ടാ? ഉണ്ടാ? അപ്പൊ മേടൻ രാശി ലഗ്നമാകുന്ന ഒരാൾ അടങ്ങിയിരിക്കുവോ? ഇല്ല. അതിനർത്ഥം അയാൾ എപ്പോഴും എന്തെങ്കിലുമൊക്കെ കാര്യത്തിൽ പ്രവർത്തനം നടത്തിക്കൊണ്ടേയിരിക്കും. ഇത് മനസ്സിലായി? എന്ത് മനസ്സിലായി? മേടൻ രാശിക്കാര് വെറുതെ ഇരിക്കത്തില്ല. യെസ്, വെറുതെ ഇരിക്കത്തില്ല. അതായത് എന്തെങ്കിലും പണിയെടുത്തോണ്ടിരിക്കും. ഒരു പണിയില്ലെങ്കിൽ എവിടെങ്കിലും കറങ്ങിക്കൊണ്ടിരിക്കും. യാത്ര ചെയ്യുന്നു. യെസ്, യാത്രയാവാം. അവിടുന്ന് അങ്ങോട്ട് ചാടുന്നവ ഇങ്ങോട്ട് ചാടാം. അപ്പൊ ഒന്നാമത്തെ കാര്യം അതാണ്. ഓക്കെ. അടുത്ത സ്വഭാവം എന്താ? കേട്ടില്ല. സാറേ ഒന്നും കേൾക്കുന്നില്ല. എപ്പോഴും ചവച്ചോണ്ടിരിക്കുന്നു. ആടെപ്പോഴും ചവച്ചോണ്ടിരിക്കുന്നതാണ് ഞാൻ പറഞ്ഞത്. ഉണ്ടാവും അല്ലേ? ഇങ്ങനെ ചവച്ച് അതുകൂടെ പറഞ്ഞിട്ടുണ്ടോ? താമരത് ഉഷ്ണശാഖ ലഘുഭുക്ക്. ലഘുഭുക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് മാത്രം. ഈ ആട് അണ്ടം കണക്കിന് തിന്നലാണോ അതോ കിട്ടുന്ന കുറേശ്ശെ ചവച്ച് ഇത്തിരിച്ച കടിച്ചേ പോവും. എല്ലാത്തിന്റെയും തുമ്പ് കടിച്ചു. എല്ലാത്തിന്റെയും തുമ്പും കുറേശ്ശെയാണ് കടിച്ച പോകുന്നു. അപ്പൊ ഈ വ്യക്തിയുടെ സ്വഭാവം കഴിപ്പെന്ന് പറയുന്നത് എങ്ങനെയായിരിക്കും? ഇവർക്ക് പൊതുവെ ലഘുഭക്ഷണവും ചൂടുള്ള ഭക്ഷണവും എന്ന് പറയുന്നതിനകത്ത് താല്പര്യമുണ്ട്. രണ്ട്, ഈ ഭക്ഷണം നിങ്ങൾ കഴിക്കുന്നത് ഏത് ശരീര അവയവം കൊണ്ടാ? വായും കൊണ്ടാ അല്ലെ? ഈ വായ എന്ന് പറയുന്നത് ഏത് ഭാവമാ? വാക്ക് ഏത് ഭാവമാ? രണ്ടാം ഭാവം. വാക്ക് രണ്ടാം ഭാവമാണ്. അതായത് അപ്പൊ ഇവരുടെ വർത്തമാനത്തിന്റെ ഒരു ക്വാളിറ്റിയും കൂടി ഈ പറയുന്നത് എങ്ങനെയായിരിക്കും? ചൂടുള്ള വർത്തമാനം. അങ്ങനെയാണോ? ചൂടുള്ള വർത്തമാനമാണോ? യെസ്. അധികമൊന്നും പറയേണ്ടി വരില്ല, പക്ഷെ പറയും. അതല്ലേ അതിന്റെ അർത്ഥം? മനസ്സിലാവുന്നുണ്ടോ? പൊതുവെ അപ്പം പറയാണ്, മേടൻ രാശിക്കാര് അധികമൊന്നും സംസാരിക്കണമെന്നില്ല, പക്ഷേ കുറേശ്ശെ നിരന്തരം സംസാരിച്ചുകൊണ്ടേയിരിക്കും. കുറേശ്ശെ അധികമാകുന്നത് എന്താ? ഒരു കാര്യത്തെ വീണ്ടും റിപ്പീറ്റ് ചെയ്യുക, അനാവശ്യമായ ടോപ്പിക്കുകൾ പറയുക. ഇവിടെ അനാവശ്യമായ ടോപ്പിക്കുകളല്ല, ആവശ്യമായ ടോപ്പിക്ക് സീരിയൽ സൈസ്. അത് കുറച്ച് പറഞ്ഞ് അടുത്ത വിഷയം പറഞ്ഞ് സീരിയൽ കണ്ടിട്ടില്ലേ? രാമൻ സീതയെ ഡിവോഴ്സ് ചെയ്യുമോ? അടുത്ത വണ്ടി എന്റെ ക്ലാസ് പോയല്ലേ? സീരിയലാണ്. പക്ഷെ പഴയ നോവലൊക്കെ പറഞ്ഞാല് നോവൽ അടുത്ത ആഴ്ച എന്താവും എന്നൊരു ആകാംക്ഷ കൊടുത്തിട്ടിരിക്കും. അപ്പൊ നോക്കാം, ഈ വാക്കുകളും നല്ല വാക്കുകളൊക്കെ തന്നെയായിരിക്കും. ഉഷ്ണശാഖ എന്ന് പറയുമ്പോൾ ചൂട് കൂടിയ ഭക്ഷണം എന്ന് പറഞ്ഞാൽ ഏറ്റവും നല്ലത് എന്നല്ലേ? ബെസ്റ്റ് ക്വാളിറ്റിയിലുള്ളത് കഴിക്കുക, ഫ്രഷ് ആയിട്ട് കഴിക്കുക എന്നുള്ളതല്ലേ? അല്ലേ? അല്ല, ചൂട് എന്ന് പറയുമ്പോൾ പഴയത് ചൂടാക്കിയാലും അത് നിങ്ങൾ ചിന്തിക്കുമ്പോ സാധാരണ രീതിയിൽ ഉഷ്ണശാഖ ലഘുബുക്ക് എന്ന് പറയുന്നത് നല്ല ഫ്രഷ് ഫുഡാണ്, പഴയത് ചൂടാക്കുന്നതല്ല. ഈ ആടിനെ നിങ്ങൾ തിന്നതിന്റെ വാക്ക് കൊണ്ട് കൊടുത്തു കഴിഞ്ഞാൽ ഉടനെ അത് തീരെ നിവൃത്തിയില്ലെങ്കിലേ തിന്നുള്ളൂ. അപ്പം പഴയത് ചൂടാക്കി കൊടുത്ത് പറ്റിക്കാനൊന്നും നോക്കണ്ട.
അല്ല, ആട് തിന്നുന്ന എപ്പോഴും ഫ്രഷ് ആയിട്ട് അതിന്റെ നാക്ക് മാത്രമുള്ള സാമ്പാർ കഴിക്കുള്ളൂ. അതാ പറഞ്ഞേ. അതിന് തീരെ കഴിക്കണമെന്നില്ല. നിവർത്തി ഉണ്ടെങ്കിലേ കഴിക്കുള്ളൂ. ഒരു നിവർത്തികേട് ഉണ്ടെങ്കിൽ മാത്രമേ അതങ്ങനെ കഴിക്കുള്ളൂ, ഇല്ലെങ്കിൽ അത് കഴിക്കില്ല. എഴുതിയോ? ഓക്കെ. അപ്പോ ഈ വൃത്ത എന്ന വാക്ക് അടുത്തത് വട്ടമുഖം എന്നാണ് പറയുന്നത്. ഇവിടെ നോക്കി, ഒരല്പം വട്ടമുഖം, വൃത്താകൃതിയിലുള്ള മുഖം. ഇവിടെ വൃത്ത ആകൃതിയിലുള്ള മുഖത്തിന് പ്രത്യേകത എന്തെങ്കിലും ഉണ്ടോ? ആടിന്റെ മുഖം ഇങ്ങനെയാണോ ഇരിക്കണേ? അപ്പൊ എന്താ പറ്റി? അവിടെ എന്താ പറ്റിയത്? ഇവിടെ വൃത്താകൃതിക്ക് വല്ല പ്രാധാന്യമുണ്ടോ? അപ്പോ സൂര്യൻ വൃത്താകൃതിയിലുള്ള മുഖത്തിന്റെ പ്രത്യേകത ഏതാണ്? മുഖത്തിന് പ്രസന്നത ഉണ്ടാവും. നോക്കൂ, സൂര്യൻ എന്ന് പറയുന്ന ഗ്രഹം മേടൻ രാശി കുച്ചനല്ലേ? അല്ലേ? അത് കുജന്റെ വീടല്ലേ? ഇവര് രണ്ടുപേരും കൂടെ ചേർന്നാൽ ചെമ്പ. മനസ്സിലായോ? ഇവര് രണ്ടുപേരും കൂടെ ചേരുമ്പോൾ ചെമ്പ് വർണ്ണം. അതുകൊണ്ട് താമ്ര എന്ന് പറയുന്ന ഇവിടെ പറഞ്ഞ ദിക്ക് എന്ന് പറഞ്ഞ കണ്ണിന്റെ കാഴ്ചയെ കുറിച്ച് അവിടെ പറഞ്ഞിരിക്കുന്നത്. ഈ ചെമ്പ എന്ന് പറയുന്ന സാധനം ഒരാളുടെ ശരീരത്തില് ഇമ്മ്യൂണിറ്റി ബൂസ്റ്ററാണ്. എന്താ ഇമ്മ്യൂണിറ്റി ബൂസ്റ്റർ? ചെമ്പ്, കോപ്പർ. ഇതില്ലെങ്കിൽ കുറെ മഹാരോഗങ്ങൾ വന്നാൽ പിടിവിട്ടാൽ പോവില്ല. അപ്പോ ഇവിടെ ഈ വ്യക്തിയുടെ മേടൻ രാശിക്കാർക്ക് പൊതുവെ അവരുടെ ബോഡിയിൽ കോപ്പർ കണ്ടന്റുകൾ നല്ലപോലെ ഉണ്ടാകും. ചെമ്പ് കണ്ടന്റ് ഉണ്ടായാൽ അതിനർത്ഥം എന്തായിരിക്കും? ഇമ്മ്യൂണിറ്റി ഉണ്ടാകും. ഓക്കെ. ഇനി പൊതുവെ വൃത്താകൃതിയിലുള്ള മുഖം എന്നുകൊണ്ട് ഇവിടെ ഉദ്ദേശിക്കുന്നത് വളരെ നോട്ടീസബിൾ ആയിട്ടുള്ള ഒരു സ്പെഷ്യലി അട്രാക്ഷൻസ് കപ്പാസിറ്റി ഉള്ള ഒരു എനർജി ഉള്ള ഒരാളായിരിക്കും എന്നുള്ളതാണ് വൃത്താകൃതി. ഏറ്റവും കൂടുതൽ ഊർജമുള്ള ആൾ, ഏറ്റവും കൂടുതൽ ഊർജമുള്ള ആൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനർജറ്റിക്. എന്താ? എനർജറ്റിക് പേഴ്സൺ. വൃത്താകൃതിയിലുള്ള ആള് എനർജറ്റിക് ആയിരിക്കും. ആ ആളല്ല മേടൻ രാശി. അപ്പം താമ്രദൃക്ക്, ഉഷ്ണശാഖലക്ക് ബുക്ക് നോക്കൂ. ഈ നല്ല ആഹാരം കഴിക്കുന്ന ആളിന് എനർജി സിമ്പിൾ ടോപ്പിക്കാണ്. ഓക്കെ. വലിച്ചു വാരി തിന്നുന്ന ഒരാളിനായിരിക്കുമോ എനർജി ഉണ്ടാവുക? അല്പം ഭക്ഷിക്കുന്നവനായിരിക്കുമോ എനർജി ഉണ്ടാവുക? ക്ലിയർ? അപ്പം ആചാര്യൻ അവിടെ താമ്രദൃക് ഉഷ്ണശാഖലഘുബുക് എന്ന വാക്ക് കൊണ്ട് ഉദ്ദേശിച്ചിരിക്കുന്നതിന്റെ വളരെ സിമ്പിൾ ടോപ്പിക് എന്തായിരിക്കും? മേടൻ രാശി ലഗ്നമായി വരുന്ന ഒരാള് അധികമൊന്നും ഭക്ഷിക്കത്തില്ല. ഫ്രഷായിട്ടുള്ള ആഹാരങ്ങൾ ഭക്ഷിക്കുന്നതിലൂടെ അവന് നല്ല ഇമ്മ്യൂണിറ്റിയും ഊർജ്ജസ്വലതയും എപ്പോഴും നിലനിൽക്കും. ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ ജിൽ 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 എന്ന് പറഞ്ഞ് നല്ല ഞെരിപ്പോടുകൂടി ആക്റ്റീവ് ആയിരിക്കും. എടുത്തു ചാടി പ്രവർത്തിക്കാനുള്ള കപ്പാസിറ്റി ഉണ്ടാവും. ഒരു ആലോചനയുമില്ല. അത് സ്പോണ്ടേനിയസ് ആയിട്ട് ആക്ട് ചെയ്യുന്നവരായിരിക്കും. വേഗതയുടെ ആളാണോ അല്ലയോ? പറഞ്ഞിട്ടുണ്ടല്ലോ. യെസ്. അപ്പോ ആ ക്വാളിറ്റി ഇവിടെ വന്നോ? അതുകൊണ്ട് ഇവിടെ എന്താണെന്നറിയോ? ഇനി അടുത്ത, അപ്പം ആടിന്റെ സ്വഭാവം എടുത്തു ചാടി പ്രവർത്തിക്കുകയോ ഇല്ലയോ? സിമ്പിൾ. ഒരിടത്ത് അടങ്ങി നിൽക്കത്തില്ല. അതിങ്ങനെ എപ്പോഴും പ്രവർത്തിച്ചുകൊണ്ടേയിരിക്കും. ആട് വളരെ ഫ്രഷ് ആയിട്ടുള്ള കാര്യങ്ങളെ തെരഞ്ഞെടുക്കും. നോക്കൂ, ഈ ആടിനെ നിങ്ങൾക്ക് ഇനിയും ആടിന്റെ എന്ത് ക്വാളിറ്റി പറയാൻ തോന്നുന്നു?
സാറേ ലഘുബുക്ക് എന്ന് പറഞ്ഞിട്ട് നമ്മൾ പറഞ്ഞില്ലേ, അപ്പൊ അത് സാവധാനം ഉള്ള ഇതിനെ പറ്റി പ്രസ്ഥാനമല്ല. സാറേ ഒന്നുകൂടി പറയണേ, ഞാനങ്ങ് ലെഫ്റ്റ് ആയി പോയി. പീരിയോഡിക്കലി ലഘുബുക്ക് എന്ന് പറയുന്നത് പീരിയോഡിക്കലി വീണ്ടും വീണ്ടും ഇടയ്ക്കിടയ്ക്ക് ഈ കുറിച്ചുകൊണ്ടിരിക്കുന്ന സ്വഭാവം. നിങ്ങൾ മേഡം രാശിക്കാരെയൊക്കെ നോക്കി കഴിഞ്ഞാൽ അവർക്ക് ഈ വലിയ ഫുഡുകളൊക്കെ കഴിക്കുന്ന ഹെവി ഫുഡിനെ ചെറിയ ചെറിയ സ്നാക്സുകളൊക്കെ ആയിരിക്കും ഇഷ്ടം. ചവച്ചോണ്ടിരിക്കും. അതെ, എന്തെങ്കിലുമൊക്കെ ഇങ്ങനെ ചവച്ചോണ്ടിരിക്കും. അപ്പോ വലിച്ചു വാരി അങ്ങ് ഫില്ല് ചെയ്ത് നിറച്ചു പോകുന്ന ഒരു സിസ്റ്റം അവർക്ക് ഉണ്ടാകണമെന്നില്ല. ഇത് ഇങ്ങനെ പറയുകയാണ്, ഇങ്ങനെ ഉണ്ടാകണമെന്നില്ല. എല്ലാ ഈ മേഡൻ രാശിക്കാരന്റെ കൂട്ടത്തിൽ ഭയങ്കരമായിട്ട് തിന്നുന്നവരുണ്ടാവും, ഉറപ്പായിട്ടും ഉണ്ടാവും. പക്ഷെ നമുക്ക് ഇൻബോൺ ആയിട്ട് പറയുകയാണ് ഇവരുടെ ചില സ്വഭാവ ക്വാളിറ്റീസുകൾ ആടിനെ പോലെ ഒരിടത്ത് അടങ്ങിയിരിക്കില്ല, എപ്പോഴും പ്രവർത്തന സജ്ജമായിരിക്കും, വളരെ നല്ല എനർജി ഉണ്ടാവും. വണ്ണമുള്ളവർക്കായാലും ക്ലിയർ എനർജറ്റിക് ആയിരിക്കും. ഓക്കെ, അടുത്തത് വേറെ എന്താ പറഞ്ഞിട്ടുള്ളത്? ഒരിടത്ത് അടങ്ങിയിരിക്കും. സാറേ അതെന്തുകൊണ്ടായിരിക്കാം അത് ഫുഡ് കൂടുതൽ കഴിക്കുന്നത്? റീസൺ എന്തെങ്കിലും ഉണ്ടോ? അത് അവരുടെ ജാതകത്തിനകത്ത് നോക്കിയാൽ മതി. ഇവിടെ കുറച്ച് മാത്രം ഭക്ഷിക്കുക എന്നുള്ള ഒരു ക്വാളിറ്റി ആണല്ലോ ഈ രാശിക്ക് കൊടുക്കുന്നത്, അല്ലേ? കുറച്ചും കൂടുതൽ അത് കുറച്ച് മാത്രം ഭക്ഷിച്ചുകൊണ്ടിരിക്കുന്നത് കുറിച്ചുകൊണ്ടിരിക്കാന്ന് പറയാ. ഈ കുറിക്കലിന്റെ ലെവൽ ഒന്ന് മാറിയാലോ, കൂടുതൽ സാധനം മാറ്റിയാലോ, ഫാറ്റിക് ആയിട്ട് വളരെ ഫാസ്റ്റ് ഫുഡ്സ് ആക്കിയാലോ. ഫാസ്റ്റ് ഫുഡ് കുറിക്കുന്നതാക്കി കഴിഞ്ഞാൽ എങ്ങനെ ഇരിക്കും ആളുടെ അവസ്ഥ? അത് ആസക്തിയാണ്, ആഹാരത്തിനോടുള്ള ഒരു ആസക്തി ക്രിയേറ്റ് ചെയ്യുന്നതാണ്. നമുക്ക് കുജൻ എന്ന് പറയുന്ന ഗ്രഹത്തിന് ആസക്തി സ്വഭാവമുള്ളവനാണ്, അല്ലേ? അതെപ്പോഴും ഓർമ്മയിൽ നിൽക്കുക. കുജൻ എന്ന് പറയുന്ന ഗ്രഹത്തിന് ആസക്തി സ്വഭാവമുണ്ട്. ആ ആസക്തി എന്തിനോട് വേണമെങ്കിലും ആവാം. അത് ആ ഗ്രഹസ്ഥിതികൾ അനുസരിച്ചിട്ട് മാറും. പൊതുവെ 6-ാം ഭാവം രാഹുവുമായിട്ട് ബന്ധം വന്നു കഴിഞ്ഞാൽ അവര് ഫാസ്റ്റ് ഫുഡ് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടുന്നവരാകും. ക്ലിയർ ആയല്ലോ? നമുക്ക് അതിന്റെ ടോപ്പിക്കിലേക്കൊക്കെ വരുമ്പോഴത്തേക്ക് അതിലേക്കൊക്കെ പോവാട്ടോ. അല്ല, ഇപ്പോ ഇതിപ്പോ നമ്മള് ചന്ദ്രൻ നിൽക്കുമ്പോ മേടത്തിൽ ചന്ദ്രൻ നിൽക്കുന്നതിനെ കുറിച്ച് മാത്രമാണ് പറയുന്നത്. അല്ല മേടൻ രാശിയുടെ ക്വാളിറ്റി തന്നെയാണ് ഞാൻ ഈ പറയുന്നത്. മേടൻ രാശി നമുക്ക് ചന്ദ്രൻ മേടത്തിൽ നിൽക്കുമ്പോൾ എന്നുള്ളതാണ് പറയുന്നത്. അതിലങ്ങനെ എഴുതിയിരിക്കുന്നു എങ്കിൽ പോലും നമുക്ക് അത് മേളിൽ നോക്ക്, മേളിൽ അങ്ങനെ പറഞ്ഞിട്ടില്ല. ഇതിന് ശേഷം ഇവിടെ താഴെ പിന്നെ അർത്ഥം പറയാൻ വന്നപ്പോഴാണ് അവർ ചന്ദ്രനെ കൂട്ടിച്ചേർത്തത്. ഇവിടെ നമുക്ക് ചന്ദ്രനെ എടുത്തിട്ടില്ല. പ്രമാണത്തിലുണ്ടോ? വൃത്താതാമൃത് കൃഷ്ണശാകലസാധൂടന കാമീ ദുർബലജ്ഞാനുരസ്ഥിരതനാം ശൂരാങ്കന വല്ലഭ. അതിനകത്ത് എങ്ങും ചന്ദ്രനെ പറയുന്നില്ല. ശശാക ലഗ്നം വന്നാ മതിയില്ലേ? ചന്ദ്രൻ നിൽക്കണമെന്ന് നിർബന്ധമില്ലെന്ന് ആദ്യമേ പറഞ്ഞു. ഞാൻ മേടം. നിങ്ങൾ ചന്ദ്രനെ നോക്കണ്ട, മേട ലഗ്നം നോക്കൂ. ഞാൻ മേടമാണ്. ഞാൻ മേടമാണ്. അത് മുമ്പ് ഞാൻ ഞാൻ മേടമാണ്. ആടിന്റെ സ്വഭാവമാണെന്നാണ് പറഞ്ഞു വരുന്നത്. ആണോ? അപ്പൊ ഈ പറഞ്ഞ ഉണ്ടായിരുന്നാ പോരായിരുന്നു. അപ്പൊ ഇതില്ല രസല്ലേ? ഇതിന് കഴിയുമ്പോ പറയണം ശരിയാണോ തെറ്റാണോ എന്നൊക്കെ പറയണം കേട്ടോ. മേഡം കട്ടായി പോയെന്ന് തോന്നുന്നു. കുട്ടി മിണ്ടൂല്ല. ഇല്ല, കുട്ടി പാട്ടിയതായിരിക്കും. ഇല്ലില്ല, കുട്ടിയുടെ മുമ്പേ എന്തോ കട്ടായി പോയി. അപ്പൊ നോക്കൂ, വൃത്താ താമ്ര കൃഷ്ണശാഖ. അപ്പൊ ഇനി അടുത്തത് എന്താ? അപ്പൊ വട്ടമുഖം കൊണ്ട് എന്താ ഉദ്ദേശിച്ചിരിക്കുന്നത്? ഊർജ്ജസ്വലത ഉണ്ടായിരിക്കും, ആക്റ്റീവ് ആയിരിക്കും ആള്. വട്ടമുഖം, ഉഷ്ണശാഖ, ലഘുഭുക്. അപ്പൊ അവര് ഈ ഉഷ്ണശാഖ ലഘു ചില പ്രത്യേക ദിനചര്യ സിസ്റ്റംസിനെയൊക്കെ ഡെവലപ്പ് ചെയ്ത് കൊണ്ടുവന്നിരിക്കും ഇവര്. മനസ്സിലാവുന്നുണ്ട്? അതാണ് വേർപ്പിന്റെ അസുഖങ്ങളും ഉണ്ടാകും. വിയർപ്പ് പോലെയുള്ള ഉഷ്ണശാഖ ലഘുബുക്ക് എന്ന് പറയുന്നത് അത് ചെറിയ ചെറിയ ചൂടുള്ള ഭക്ഷണങ്ങളോട് കൂടി പ്രിയമുണ്ടാവുക. അത് മാത്രമല്ല സാറേ, ചൂടും ഭയങ്കരമാണ്. അത് വരും, സ്വാഭാവികമാണ്. അതിനെ നമുക്ക് പറയാം.
അടുത്തത് ഇനി ആടിന്റെ അടുത്ത ക്വാളിറ്റി എന്താ? അതായത് വലിച്ച് ആട് നിന്നടുത്ത് നിൽക്കൂലേ, വലിച്ചുകൊണ്ട് കൊണ്ടുവരില്ലേ? എങ്ങനെ നിന്നിടത്ത് തന്നെ നിൽക്കും, അല്ലെങ്കിൽ പെട്ടെന്ന് ആരുടെ കൂടെ പോവില്ല. അതാ ഒരാടിനെ നിങ്ങൾക്ക് വിളിച്ചോണ്ട് പോകണമെങ്കിൽ എങ്ങനെ എന്ത് കാണിക്കാൻ പറ്റും? തീറ്റി കാണിച്ചാൽ മതി. തൂഫ് കാണിക്കണം. വാ വാ വാ, മനസ്സിലായോ? എന്താ വാ ഇല കാണിച്ചാൽ മതി. ഇങ്ങനെ പറഞ്ഞു ഇല കാണിച്ച അങ്ങ് പോവും. അല്ല അവിടെ നിന്ന് ബാ അവിടെ മൈൻഡ് ചെയ്തില്ല. അതേസമയം ഒരു തൂപ്പൊക്കെ കാണിച്ച് ഇഷ്ടമുള്ള നല്ല തൂപ്പൊക്കെ കാണിച്ചിട്ട് പോയിട്ടുണ്ടെങ്കിൽ ഒരു താല്പര്യം തോന്നിയ ആശാൻ ചെല്ലും. മനസ്സിലായോ? അപ്പോ ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ ഇടവൻ രാശിക്കാര് ക്ഷിപ്രപ്രസാദ എന്ന് പറയുന്നുണ്ട്. ക്ഷിപ്രപ്രസാദ, പെട്ടെന്നൊന്നുകൊണ്ട് പ്രസാദിക്കും അല്ലെ? ക്ഷിപ്രമായിട്ട് വളരെ പെട്ടെന്ന് പ്രസാദിക്കവൻ. അതിനർത്ഥം പെട്ടെന്ന് തീരുമാനങ്ങൾ എടുക്കാനുള്ള കപ്പാസിറ്റി ഉണ്ടെന്നാണ്. മനസ്സിലാവുന്നുണ്ടോ? അപ്പോ തൂപ്പ് കാണിച്ചാൽ പെട്ടെന്ന് പ്രസാദിക്കും. അങ്ങനെ എല്ലാ കാര്യത്തിലും പ്രസാദിക്കും എന്നാണോ പറഞ്ഞത്? കണ്ടീഷൻ ഈ അയാൾക്ക് യുക്തിപരമായിട്ട് തോന്നിയ കാര്യങ്ങൾ പെട്ടെന്ന് അതൊന്നും ആലോചിച്ചില്ല. ഇങ്ങനെ അവൻ തൂപ്പ് കാണിച്ചിരിക്കുന്നു, അവൻ ആ തൂപ്പിനകത്ത് എനിക്ക് വിഷമെല്ലാം വെച്ചിട്ടുണ്ടോ ഇല്ലയോ, ഇത് കഴിച്ച വയറ് പോവോ ഇല്ലയോ, ഇങ്ങനെയുള്ള ചിന്തയൊന്നും ഉണ്ടാവില്ല. സ്പോണ്ടേനിയസ് ആയിട്ട് ആക്ഷൻ എടുക്കുമായിരിക്കും. മനസ്സിലായോ? ഹലോ, മനസ്സിലായി സാറേ, മനസ്സിലായി. ആ അപ്പോ അതാണ് ഒരു കാര്യം. ക്ഷിപ്രപ്രസാദിയാണ്, വളരെ വേഗത്തിൽ പ്രസാദിക്കും. അപ്പൊ പ്രസാദിക്കുമെങ്കിൽ വളരെ വേഗത്തില് കോപിക്കുകയും ചെയ്യും. ഉൾട്ട രണ്ടും ഉണ്ടാകത്തില്ലേ? പെട്ടെന്ന് തീരുമാനം എടുക്കും. പെട്ടെന്ന് തീരുമാനം എടുക്കും. അതേ സമയത്ത് തന്നെ എന്തായിരിക്കും? ഉൾട്ട പെട്ടെന്ന് ദേഷ്യം പിടിക്കും, പെട്ടെന്ന് ദേഷ്യം വരാവും, പെട്ടെന്ന്. അപ്പൊ മെന്റാലിറ്റി വളരെയേറെ സ്പോണ്ടേനിയസ് ആയിട്ട് മാറുമല്ലേ? പെട്ടെന്ന് ദേഷ്യം വരിക, പെട്ടെന്ന് സ്വഭാവം മാറുന്നു. അപ്പൊ സെൻസിറ്റീവ് ആയിട്ടുള്ള മനസ്സിന്റെ ഇതായിരുന്നു. സെൻസിറ്റീവ് ആയിട്ടുള്ള മനസ്സിന്റെ കാര്യങ്ങളൊന്നും അല്ല, പെട്ടെന്ന് കാര്യങ്ങളിലേക്ക് ഇറങ്ങി ചെല്ലുന്നു എന്നുള്ളതാണ് അതിന്റെ അർത്ഥം. സന്തോഷമായാലും വിഷയമായാലും പെട്ടെന്ന് അതിനെ റിയാക്ട് ചെയ്യും, പെട്ടെന്ന് തീരുമാനം എടുക്കും. റിയാക്ട് ചെയ്യും. തീരുമാനം അത് എടുത്തിട്ടുണ്ടാവും, അത് നമുക്ക് പിന്നെ പ്രവർത്തനയിൽ മാത്രമേ കാണാൻ പറ്റുള്ളൂ. റിയാക്ഷൻ. മനസ്സിലാവുന്നുണ്ടോ? അടുത്തത് ഈ മേടൻ രാശിയുടെ അധിപനായിരിക്കുന്ന കുജൻ എവിടെയാണ്? എങ്ങനെ? സ്വന്തം വീടിന്റെ അധിപനാണ്. അയാൾക്ക് വേറെ ഇതിപ്പോ ലഗ്നഭാവമായ കുജൻ വേറൊരു ഭാവത്തിന്റെ കൂടെ ആളാണ്, 8ാം ഭാവത്തിന്റെ കൂടെ ആളല്ലേ? അല്ലേ? ആണോ? അതെ അതെ അതെ. ഇതിന്റെയും ആളാണ്. ഉച്ചനാകുന്നത് എവിടെയാ? നീചനാകുന്നത് എവിടെയാ? കർക്കിടകത്തിൽ. അത് ഏത് ഭാവമാണ്? മേടൻ രാശി 1ാം ഭാവമാണെങ്കിൽ എന്നാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത്. 4-ൽ നീചം. ഉച്ചമാകുന്നത് മകരം. അതായത് ലഗ്നാധിപൻ 10-ൽ ഉച്ചം ചെയ്യും അല്ലേ? ആണോ? അതിനകത്ത് സേവാജ്ഞ എന്നൊരു വാക്കുണ്ടോ? സേവാജ്ഞ. അപ്പൊ സേവാജ്ഞ എന്നതിനകത്ത് അർത്ഥം അതിനകത്ത് എഴുതിയിരിക്കുന്നത് എന്താണ്? എന്താണ്? അന്യരെ വശത്താക്കാൻ സാമർഥ്യമുള്ളവൻ. അങ്ങനെയല്ല.
സേവാജ്ഞ, സേവ എന്ന വാക്കിനകത്ത് അർത്ഥം സേവനം ചെയ്യാം. സേവനം ചെയ്യുക. ഈ മേടൻ രാശിയുടെ ആള് നല്ലൊരു സേവകനായിരിക്കും. എന്താണ്? നല്ല ഒരു സേവകനായിരിക്കും, തൊഴിലാളി ആയിരിക്കും. അതായത് മുതലാളി പറയുന്ന കാര്യം യാതൊരു മടിയും കൂടാതെ, റൂൾസ് നോക്കാതെ, മുതലാളി കൊടുത്തിരിക്കുന്ന റൂൾ എന്താണോ ആ റൂൾ മാത്രമേ പണിയെടുക്കത്തുള്ളൂ. മുതലാളി പറയാ നിന്റെ മുന്നിൽ വരുന്ന ആരായാലും വെടിവെച്ചേക്കും, അത് ഒരു മടിയും കൂടാതെ ഒന്നും നോക്കാണ്ട് ചെയ്തിട്ടിരിക്കും. മനസ്സിലാവുന്നുണ്ടോ? അതായത് വർക്കോളിക് ആയിരിക്കും എന്ന് ചുരുക്കം. ജോലിയോട് ആത്മാർത്ഥം കൂടുതലുള്ള ജോലി 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 ജോലി, അതിനുവേണ്ടി എവിടെ വേണമെങ്കിലും പോയി പണിയെടുക്കും, എത്ര കഷ്ടപ്പാടും സഹിക്കും. വേറൊരു വിധത്തിൽ പറഞ്ഞാൽ മുതലാളി ഇവരെ ചൂഷണം ചെയ്യും. ഇവരുടെ കഴിവ്, ഇവരുടെ ഇമ്മ്യൂണിറ്റി, ഇവരുടെ എനർജി, ഇവരുടെ നീതിബോധം, ആരോട്? മുതലാളിയോടുള്ള നീതിബോധം. ഇതൊക്കെ മുതലാളി എന്ന് പറയുമ്പോൾ നിങ്ങൾ വേറൊരാൾക്ക് പണിയെടുക്കാൻ പോയാലും നല്ല ഭംഗിയായിട്ട് പണിയെടുത്ത് കൊടുക്കും. അവര് നന്നായിട്ട് നിങ്ങളെ പിഴിഞ്ഞെടുക്കും. ഓക്കെ, ചുരുക്കി പറഞ്ഞാൽ നിങ്ങളെ ഉപയോഗിച്ച് മറ്റുള്ളവർ മറ്റുള്ളവർ എന്തുണ്ടാക്കും? മെച്ചമുണ്ടാക്കും. ആത്മാർത്ഥമായി സേവനം ചെയ്യും. ആത്മാർത്ഥമായിട്ട് സേവിക്കും. സേവ, ആജ്ഞയ്ക്ക് അനുസൃതമായി സേവ. അതിനർത്ഥം അന്യരെ വശത്താക്കാൻ സാമർഥ്യമുള്ളവൻ അല്ല. മനസ്സിലായോ? അങ്ങനെ ചെയ്യുന്നവരിലൂടെ മുതലാളിയെ വശത്താക്കുന്നുണ്ടല്ലോ. ഇല്ല, അജ്ഞാനവർത്തി ആയിരിക്കും പറഞ്ഞ കറക്റ്റ് ആണ് സാർ. ആജ്ഞാനുവർത്തിയൊക്കെയാണ്. മുതലാളി സാർ അതുകൊണ്ട് അയാൾക്ക് ഗുണം ഉണ്ടായില്ലേ? അയാൾക്ക് 100 രൂപയ്ക്ക് 70 രൂപ കിട്ടത്തുള്ളൂ സാർ. 100 രൂപയ്ക്ക്, അതായത് ബാക്കിയുള്ളവർ 5 മണിക്കൂർ പണിയെടുക്കുമെങ്കിൽ ഇവർ 15 മണിക്കൂർ പണിയെടുക്കും. അനുസരിച്ചുള്ള ഫലം കിട്ടില്ല എന്നാണോ? തീർച്ചയായിട്ടും അതിനുള്ള ഔട്ട്പുട്ട് കിട്ടത്തില്ല. അത് ശരിയാ സാർ. ശരിയാവും. കഷ്ടപ്പാടിനുള്ള ധനം അംഗീകാരം കിട്ടും. അത് മാത്രമേ കിട്ടൂ. അംഗീകാരം കൊണ്ട് പ്രത്യേകിച്ച് വലിയ ഗുണമൊന്നുമില്ലല്ലോ. ചൊളക്ക് ചൊള തന്നെ ഉണ്ടായാലേ പറ്റുള്ളൂ. ഇതിന് രസം എന്താ വെച്ചാല്, ഇപ്പോ ജയലക്ഷ്മിക്ക് ഇവിടെ മേഡം രാശിയല്ലേ, ജയലക്ഷ്മി രമ്യ കൂട്ടുകാരി, ഇവർ രണ്ടുപേരും ഒരു കമ്പനിയിൽ ഒരേ ജോലി ചെയ്യുകയാണ്. മേഡം രാശിയാ ജയലക്ഷ്മി. ആരായിരിക്കും കൂടുതൽ കംഫർട്ടബിൾ മുതലാളിക്ക്? ജയലക്ഷ്മി ആയിരിക്കും. ജയലക്ഷ്മി ഇടന്ന് കട്ട പണിയെടുത്ത് ഒരു പരുവായിട്ട് അംഗീകാരം എടുത്തിട്ട് കൈയിടിയൊക്കെ കിട്ടും. അടുത്ത മാസം പ്രമോഷൻ വരുമ്പോൾ ജയലക്ഷ്മി കിട്ടത്തില്ല. ആര് കിട്ടും? കൂടുള്ള ലക്ഷ്മി, മറ്റേ രമ്യ ലക്ഷ്മി കിട്ടും. ഇതായിരിക്കും അവസ്ഥ. കാശാർക്ക് കിട്ടും, രമ്യക്ക് കിട്ടും ബോണസ്. അതെന്താ ഞാനെന്തോന്ന് 2ാം കെട്ടിലെയോ എന്ന് ചോദിക്കേണ്ടി വരും. അടികൊള്ളാൻ ചെണ്ട കാശ് മേടിക്കാം. അല്ലെ ജലശ്രീ നീ ഒഴിവാക്കി. സാർ അപ്പൊ ഈ പെട്ടെന്ന് ദേഷ്യമുള്ളതുകൊണ്ട് അപ്പൊ അത് പ്രതികരിക്കൂലേ? ഇല്ല, അത് നോക്കണം. എവിടെയാണ് സേവാജ്ഞ എന്ന വാക്ക്? സേവകനായിരിക്കും അവൻ. നല്ല രീതിയിൽ ആർക്ക് കടമപ്പെട്ടവനായിരിക്കും? മുതലാളിക്ക്. ഇയാള് മുതലാളിയെ പോലെ ആയിരിക്കും അവിടെ വാഴുന്നത്. മനസ്സിലായില്ലേ? മുതലാളിയുടെ എല്ലാ ഡ്യൂട്ടിയും കാര്യങ്ങളും എല്ലാം ഇയാൾ ചെയ്യും. പക്ഷെ ലാസ്റ്റ് ഈ ഗുണങ്ങളൊക്കെ കിട്ടുന്നത് വല്ലവർക്കുമായിരിക്കും. ഓക്കെ, അടുത്തത് സാറേ
തൊഴിൽപരമായി നിൽക്കുന്ന ഈ രാശി വന്നു കഴിഞ്ഞാൽ ഇത് തന്നെ ആയിരിക്കും. അത് വീട്ടിലാണോ? എങ്ങനെ തൊഴിൽപരമായിട്ട്? തൊഴിൽപരമായി നമ്മൾ നോക്കുമ്പോൾ ഈ രാശി മേടൻ രാശി വരുന്നെങ്കിൽ മേടൻ രാശി 10ാം ഭാവമായാൽ എങ്ങനെ ഉണ്ടാവുമെന്ന് ഇതുപോലെ ആയിരിക്കും. മേടൻ രാശി 10ാം ഭാവമായാലും നോക്കൂ, തൊഴിൽ സ്ഥാനത്ത് അയാൾക്ക് ഗുണങ്ങൾ ഉണ്ടാവുമോ? ഇതുപോലെ വൃത്തിയായി സേവനായിട്ട് നിന്നാലും മെച്ചപ്പെട്ട ഒരു മെച്ചം കിട്ടത്തില്ല. തീർച്ചയായിട്ടും അങ്ങനെ തന്നെ ഫലം പറയണം. മനസ്സിലായോ? കർക്കിടകൻ രാശിക്കാരൻ ഒരാളുടെ കീഴെ ശമ്പളക്കാരനായിട്ട് പണിയെടുത്താൽ വേണ്ട വിലകൾ കിട്ടാൻ പാടാണ്. ഓക്കെ. മേടൻ രാശിക്കാർ അല്ല 10ാം ഭാവത്തിൽ ഇപ്പൊ കർക്കിടകൻ രാശിക്കാരന് 10ാം ഭാവം തൊഴിൽ സ്ഥാനം ടാലന്റഡാ. പക്ഷേ അത് അവൻ വേറൊരാളുടെ അടുത്ത് പോയിട്ട് അവനെ ചൂഷണം ചെയ്യാൻ നിന്ന് കൊടുക്കത്തില്ല. ആദ്യം അങ്ങനെ ഉണ്ടെങ്കിലും കർക്കിടകൻ രാശിക്കാരൻ ചൂഷണത്തിന് നിന്ന് കൊടുക്കത്തില്ല. ഇറങ്ങിക്കളഞ്ഞിട്ട് നീ പോടാ നിന്റെ പാട്ടിനെന്നും പറഞ്ഞിട്ട് നൈസായിട്ട് ഇറങ്ങിയിട്ട് എന്ത് ചെയ്യും? തന്നെത്താനെ പോയി ആ പണി ചെയ്യും. മനസ്സിലാവുന്നുണ്ടോ? മേടൻ രാശി ലഗ്നമായവനെയാണ് ചൂഷണം ചെയ്യാൻ പറ്റുന്നത്. മനസ്സിലായോ? മേടൻ രാശി തൊഴിൽ സ്ഥാനമായ തൊഴിലിനെ ചൂഷണം ചെയ്യും. ആയുഷ്കാലം ചെയ്തുകൊണ്ടിരിക്കാൻ നിന്ന് കൊടുക്കത്തില്ല എന്ന്. മനസ്സിലായോ? ഇവിടെ ചൂഷണം എന്ന് പറയുന്ന ഒരു സാധനം എന്തായാലും ഉണ്ട്. 10ാം ഭാവത്തിൽ തൊഴിൽ സ്ഥാനത്ത് ഈ വ്യക്തിയെ തൊഴിൽ വിഷയത്തിൽ ചൂഷണം ചെയ്തിരിക്കും കർക്കിടക രാശിക്കാരന്. മനസ്സിലാവുന്നുണ്ടോ? ക്ലിയർ ആയോ? അയാൾ അവിടെ മറ്റിടത്ത് ചൂഷണം ചെയ്തു എന്ന് അറിഞ്ഞാലും അങ്ങനെ തന്നെ നിൽക്കും. കർക്കിടകം അങ്ങനെ നിൽക്കൂല. കർക്കിടകം എന്ത് ചെയ്യും? ഓടാവില്ല നിന്റെ പാട്ടിന്, ഞാനായി എന്റെ പണിയെന്ന് പറഞ്ഞ് വേണമെങ്കിൽ മുതലാളിക്ക് ഇട്ടൊരു അടിയും കൂടെ കൊടുത്തേച്ച് അവിടുന്ന് പറ്റുമെങ്കിൽ അവിടുന്ന് എന്തെങ്കിലും ഒന്ന് മുക്കിച്ചോണ്ട് എന്ത് ചെയ്യാൻ പറ്റും? ചാടും, വേറെ പണിയെടുക്കും. മനസ്സിലായ? അത് വേറെ. ഇപ്പൊ എന്ന് വെച്ചാൽ ഇതിനകത്ത് ചൂഷണം ചെയ്യും. 10ാം ഭാവം വന്നു കഴിഞ്ഞാൽ സ്പോണ്ടേനിയസ് ആയിട്ട് പ്രവർത്തിക്കത്തില്ലേ? ഇല്ലേ? ഉറപ്പായിട്ടും അതൊക്കെ തൊഴിൽപരമായ കാര്യത്തിന് നല്ലത് തന്നെയാണ്. എവിടെ എങ്ങനെ എടുക്കണം നമുക്കിപ്പോ പറയാനായിട്ട് നോക്കാം. ഓക്കെ. അടുത്തത് ക്ഷിപ്രപ്രസാദ അടന പറഞ്ഞു കാമി. അടുത്തത് കാമി ദുർബല ജാനു സ്ഥിര ധന. കാമി കാമി എന്ന വാക്കിന്റെ അർത്ഥം എന്താ? കാമവികാരം കൂടുതലുള്ളവൻ. അതിനകത്ത് എഴുതിയിരിക്കുന്നത് കാമവികാരം കൂടുതലുള്ളവൻ എന്നാണ്. ആഗ്രഹങ്ങൾ കൂടുതലുള്ളവൻ. അപ്പൊ കാമം എന്ന വാക്കിന് അർത്ഥം എന്താണെന്ന് അറിയണ്ടേ? എന്താണ്? എഴുതിയോ? യഥേഷ്ടം. യഥേഷ്ടം. അനുവാദം. ഇതിന്റെ അർത്ഥങ്ങളാണ് അർത്ഥങ്ങളാണ് തരുന്നത്. അനുവാദം, സമ്മതം, സമ്മതം, ശുക്ലം, കാമഹ. അതായത് 2 കുത്തും കൂടി ഇട്ട് കഴിയുമ്പോഴാണ് ആഗ്രഹം വരുന്നത്. അടുത്തത് കാമഹായില് പരമാർത്ഥം. പരമാർത്ഥം. ഇത് രണ്ടായിട്ടല്ല സാറേ. കാമഹായുടെ അർത്ഥം വേറെ, പരമാർത്ഥമോ പരമാത്മാവെന്നോ എഴുതണം. പരമാത്മാവ് അഥവാ പരമാർത്ഥം. ആ, പരമാത്മാവ് കാമഹ. വിഷ്ണു, മഹാദേവൻ, കാമദേവൻ, ഇങ്ങനെയും 3 അർത്ഥങ്ങളുണ്ട്. വിഷ്ണു, മഹാദേവൻ, കാമദേവൻ. പരമാത്മാവ്, വിഷ്ണു, മഹാദേവൻ, കാമദേവൻ. അപ്പൊ നോക്കിയേ, ഇവിടെ
കാമി ദുർബല. കാമി എന്തുകൊണ്ട് ഉദ്ദേശിക്കുന്നത് വളരെയേറെ ആഗ്രഹം, അതുപോലെ ഈ മേൽപ്പറഞ്ഞ കാര്യങ്ങളൊക്കെ പെട്ടെന്ന് സമ്മതം എന്ന് പറയുന്നത്, പെട്ടെന്നല്ല സമ്മതം എന്ന് പറയുന്ന ഒരു കാര്യം ഇവിടെ ഉണ്ട് അല്ലെ. യഥേഷ്ടം സമ്മതം, അതായത് ചില റൂളുകളിൽ നിലനിന്നാൽ മാത്രമേ ഇവരുടെ സമ്മതങ്ങൾ ഉണ്ടാവുകയുള്ളൂ. നേരത്തെ പറഞ്ഞ പോലെ മാനദണ്ഡങ്ങൾ. ഇപ്പൊ കൊണ്ടുവന്ന് നല്ല തണുത്ത പറഞ്ഞ ഫുഡ് കൊടുക്കാൻ പോയി കഴിഞ്ഞാൽ ഇവര് എടുത്ത് കഴിച്ചോട്ടെ, കഴിക്കുവോ? ഇല്ല, സമ്മതിക്കത്തില്ല. എന്നാൽ തന്റെ റൂൾസിൽ, പ്രീ ഫിക്സ്ഡ് റൂൾസിൽ ഉള്ള എന്ത് വിഷയവും യഥേഷ്ടം സമ്മതിക്കും. മനസ്സിലാവുന്നുണ്ടോ? 2, ഈ കാമി എന്ന വാക്കിനകത്ത് ശുക്ലൻ എന്നൊരു വാക്ക് ഉപയോഗിച്ചിരിക്കുന്നത് കൊണ്ട് തന്നെ എന്താണ്, മേടൻ രാശിക്കാരുടെ സെക്ഷുവൽ എനർജി എന്തായിരിക്കും? കൂടുതൽ ഉണ്ടാകും. എല്ലാവർക്കും ഉണ്ടാവും എന്നല്ല, അതിന് 7ാം ഭാവത്തെയും ഒക്കെ പരിഗണിക്കണം. അതായത് അവരുടെ താല്പര്യങ്ങൾ, സെക്ഷുവൽ മാത്രമല്ല, കാമി എന്ന വാക്കുകൊണ്ട് എല്ലാ ഫീലിങ്സിനെയും എടുത്തുകൊള്ളുക. സങ്കടമായാലും സന്തോഷമായാലും വളരെ എക്സ്ട്രീം ലെവല് വിസിബിലിറ്റി ഉണ്ടാകും അവരുടെ ലൈഫിൽ. എങ്ങനെ സാറേ എഴുതി തോന്നണ്ടേ? മേടൻ രാശിക്കാർക്ക് കാമി എന്ന വാക്കിനാൽ, കാമി എന്ന വാക്കുകൊണ്ട് എല്ലാവിധമായ വികാരങ്ങളും വളരെയേറെ വർദ്ധിച്ചു നിൽക്കും. എല്ലാ ആഗ്രഹങ്ങളും അല്ലേ. അവർക്ക് വേണ്ട ആഗ്രഹങ്ങളെല്ലാം, അത് മെന്റൽ ആയാലും ഫിസിക്കൽ ആയാലും. അടുത്തത് ഈ പൊതുവെ അടുത്തത് ദുർബല ജാനു രസ്തി രതന. അപ്പൊ ദുർബല എന്ന വാക്കുകൊണ്ട് ഒരു ദുർബലമുണ്ട്, ഒരു ദൗർബല്യാവസ്ഥ അവരിലുണ്ട്. മനസ്സിലാവുന്നുണ്ടോ? എന്തിനകത്താണ്? കാമീ ദുർബല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവരുടെ വൈകാരിക തലത്തിൽ ഒരു ദുർബലത, അതായത് കുടുംബപരമായിട്ടോ ഫാമിലി പരമായിട്ട് ചില പ്രശ്നങ്ങൾ അനുഭവിക്കാൻ എന്ത് കാരണമാകും? ഇവർക്ക് ഇമോഷണലി സങ്കടങ്ങൾ നൽകും. ഫാമിലി അറ്റാച്ച്മെന്റ്സിൽ ഇമോഷണലി ദുഃഖങ്ങൾ നൽകും. വൈകാരിക തലത്തിലോ കുടുംബപരമായോ? വൈകാരിക തലം എല്ലാ വിധത്തിലും. അതിനകത്ത് കുടുംബജീവിതത്തിലേക്ക് വരുമ്പോഴോ, ബന്ധങ്ങളില്, ഫാമിലി, പ്രണയം, ഇഷ്ടങ്ങൾ, ഇതിനകത്തൊക്കെ പ്രത്യേകിച്ച് പങ്കാളിയായി കഴിയുമ്പോൾ അതിനകത്ത് അറ്റാച്ച്മെന്റുകളിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകാനുള്ള ചാൻസസ് കൂടുതലാണ്. ജീവിതം, കുടുംബജീവിതത്തിൽ വൈകാരിക കുടുംബജീവിതത്തിലേക്ക് ഇപ്പൊ കല്യാണം കഴിച്ചു, ഭാര്യയും മക്കളും ഒക്കെ ഉണ്ട്. പക്ഷെ അവരുടെ ഇടയിൽ ഒരു നല്ല ഒരു അറ്റാച്ച്മെന്റ്, ഒരു സെക്ഷുവൽ റിലേഷൻഷിപ്പ് നല്ല രീതിയിൽ വരണമെന്നില്ല. അല്ലെങ്കിൽ അവർ പ്രതീക്ഷിക്കുന്ന അവരുടെ റൂൾസിനൊത്ത് എത്തണമെന്നില്ല. ആ ദുർബല മനസ്സിലായോ? അത് മാത്രമല്ല, ഈ ദുർബല എന്ന അടുത്ത ദുർബല ജാനു എന്ന് പറയുന്നത്, ജാനു എന്ന് പറഞ്ഞാൽ കാൽമുത്താണ്. ഒന്നും ചെയ്തോട്ടെ, അതെനിക്കത് എങ്ങനെയാണെന്ന് ശരിക്കോളൂ. ജാനു, ദുർബല ജാനു. ഞാൻ ഓരോ പദാനുപദമാണ് നൽകുന്നത്. ജാനു. ജാനു എന്താണ്? മുട്ട്. ഈ കാൽമുട്ട് എന്തിനുള്ളതാണ്? ശരി നടക്കാനുണ്ട്, ഛർദ്ദിക്കാൻ. കാൽമുട്ട് എന്ന് പറഞ്ഞാൽ നോക്കൂ, നമ്മുടെ ശരീരത്തിന്റെ ഏറ്റവും കൂടുതൽ ഭാരത്തെ താങ്ങി നിർത്തുന്നത് കാലല്ലേ? ഭാരത്തെ വഹിച്ചുകൊണ്ട് ഫ്ലെക്സിബിൾ ആയിട്ട് മുന്നോട്ട് നയിക്കുന്നത് കാലിന്റെ മുട്ടാണ് അല്ലെ? അപ്പം മുട്ടിന് തകരാറുണ്ടെങ്കിൽ അവരുടെ സഞ്ചാരം വേഗത്തിലാകുമോ?
ഇല്ല. ആയതുകൊണ്ട് തന്നെ ഇവരുടെ നേരത്തെ പറഞ്ഞില്ലേ സ്പോണ്ടേനിയസ് ആയിട്ട് ആക്ഷൻ എടുക്കും, പൂർത്തീകരിക്കും എന്ന് പറഞ്ഞോ. അതുകൊണ്ട് സമയമെടുത്ത് തന്നെ പ്രവർത്തികളിൽ ക്വാളിറ്റി ഡെലിവറി ചെയ്യാൻ ഇവർ ശ്രമിച്ചുകൊണ്ടിരിക്കും. നേരത്തെ പറഞ്ഞില്ലേ വർക്ക് ഹോളിക് എന്നല്ലേ പറഞ്ഞത് അല്ലേ? അപ്പൊ പെട്ടെന്ന് കാര്യങ്ങൾ പൂർത്തീകരിക്കാൻ കഴിയാതെ പോവുക, പൂർണ്ണതയിലേക്ക് എത്തിക്കാൻ ബുദ്ധിമുട്ടുകൾ ഉണ്ടാവുക എന്ന് ചുരുക്കം. എഴുതിക്കോ, ഇതൊക്കെ എഴുതി വെച്ചേച്ച് നാളെ ഇനി നിങ്ങൾക്കൊരു രാജി കിട്ടുമ്പോ ഇതൊക്കെ അതിനകത്ത് ബലം വരണം. കാര്യങ്ങൾ ഇവര് ഇറങ്ങിത്തിരിക്കുന്ന കാര്യങ്ങൾ, ഇവര് ചെയ്യുന്ന ജോലിയുടെ കാര്യങ്ങൾ അത്ര വേഗത്തിൽ ഒന്നും പൂർത്തീകരിക്കാൻ പറ്റത്തില്ല, പൂർണ്ണത ലഭിക്കാൻ പാടാണ്. മനസ്സിലായോ? താമസമാണോ? ബുദ്ധിമുട്ടായിരിക്കും, കിട്ടും, അത് പൂർത്തീകരിക്കാൻ പാടാണ്. ഇപ്പൊ 4-ാം ഭാവം മേടൻ രാശിയായിട്ട് വരുന്നവരുടെ ഒരു വീടിന്റെ കാര്യങ്ങളെ കുറിച്ച് നോക്കുകയാണെങ്കിൽ അവിടെ വീടിന്റെ ഏതെങ്കിലും രീതിയിൽ പണി പൂർത്തീകരിക്കാതെ ബാക്കി നിൽക്കുന്നുണ്ടാവാം. ഏതാ? അല്ല, മകരൻ രാശിയായിരിക്കും. ചിരിക്കാൻ പറഞ്ഞൊന്നുമില്ല. മകരൻ രാശിക്ക് 4-ാം ഭാവം എന്ന് പറയുന്നത് കുജന്റെ മേടൻ രാശിയായിട്ട് വരും. വീട് പണി പൂർത്തീകരിക്കാൻ ഇത്തിരി പാടുണ്ടാവും. സർക്കാർ സംബന്ധമായ കാര്യങ്ങളൊന്നും അത്ര എളുപ്പത്തിൽ ശരിയാവാൻ പറ്റത്തില്ല. സർക്കാരൊന്നും വിഷയമില്ല. സർക്കാരല്ലേ മൊത്തത്തിലൊരു കാര്യം സൂര്യനല്ലേ ഉച്ചനാവുന്നത്. അതേപോലെ ലഗ്നാധിപൻ അവിടെ നീചനാ. അടിസ്ഥാനപരമായിട്ട് ലോകം മടിയനായതുകൊണ്ടാന്ന് പറയേണ്ടി വരും. കസേര മാറ്റി അല്ലേ, അതൊരു കാര്യമില്ല. നോക്കൂ, അത് ഇട്ടേക്കാം. അപ്പം പണികൾ പൂർത്തീകരിച്ചുകൊണ്ട് വരാൻ ടൈം എടുക്കും, അല്ലെങ്കിൽ താമസം ഉണ്ടാവും, കാലതാമസം ഉണ്ടാകും. ഓക്കെ, അപ്പം ജാനു അസ്ഥിര ധന, പണിയൊക്കെ പൂർത്തിയായില്ലേ പിന്നെ ധനം അസ്ഥിരമായിരിക്കില്ല. പിന്നെ മാത്രമല്ല അപ്പുറത്ത് ചൂഷണം കൂടെ നടക്കുന്നുണ്ടല്ലോ. അസ്ഥിര ധന, സ്ഥിരമല്ലാത്ത ധനാവസ്ഥ. ഇത് കഴിയുമ്പോ മേടൻ രാശിക്കാരൊക്കെ പറയണം, സാർ ഇത് ഇത്ര ശതമാനം എന്റെ ശരിയായി, ഇത്ര ശതമാനം ശരിയായില്ല. ധനാവസ്ഥ. അപ്പൊ ധനപരമായ ക്ലേശങ്ങൾ അനുഭവിക്കുമെന്ന് ചുരുക്കം, തൊഴിൽപരമായ പ്രശ്നങ്ങൾ അനുഭവിക്കുമെന്ന് ചുരുക്കം. ജോലിക്ക് ആളെ വെക്കുമ്പോ മേടൻ ലഗ്നക്കാരെ ജോലിക്ക് വെക്കണം. മനസ്സിലായോ? ഇപ്പം നിങ്ങളുടെ വീട് പണിയാൻ നിങ്ങൾ ഒരു മകരൻ രാശിക്കാരനെ ഏൽപ്പിച്ചു എന്ന് വിചാരിക്കും. മകര ലഗ്നത്തിന്റെ കോൺട്രാക്ടിനെ ഏൽപ്പിച്ചു. ആ പണിയാവും പൂർത്തീകരിക്കത്തില്ല, പകുതിക്ക് വിടും, ഒരു ഭാഗം പൂർത്തീകരിക്കാതെ വിട്ടേക്കും. പക്ഷെ നിങ്ങൾ എന്ത് ചെയ്യും? തള്ളി കയറ്റി പെരക്കകത്ത് കയറ്റും, ടൈലിടത്തില്ല, ബാക്കിയെല്ലാം സാറങ്ങ് വിളക്ക് കത്തിച്ച് കയറിക്കോളാൻ പറയും, ബാക്കി നമുക്ക് പെട്ടെന്ന് ചെയ്തെന്ന് പറയും. പിന്നെ അവൻ ആ ടൈലിടണമെങ്കിൽ എന്റെ പൊന്നോ വേറെ ആളിനെ വിളിച്ചിരിക്കേണ്ടി വരും. ഓക്കെ, കാമി ദുർബല ജ്ഞാനുര സ്ഥിരതനാം. ഇനി ശൂരാങ്കന വല്ലഭ. ശൂരൻ എന്താ? ശൂരത്വം എന്താണ്? ശൂര അങ്കന വല്ലഭ. ശൂര അങ്കന വല്ലഭ. ഇങ്ങനെ ശൂര എന്ന് പറഞ്ഞാൽ വീരൻ, പരാക്രമി, സിംഗം. സിംഗം പുലി. സിംഗം, പുലി. ഇതിന്റെ അർത്ഥമാണോ സാറേ? അതിന്റെ അർത്ഥമാണോ പറയുന്നേ? എന്റെ തമാശ പറയാന്ന് വിചാരിച്ചോ? എടീക്കോ, വരുമോ? സിംഹമാണ്, ഞാൻ സിംഗം എന്നങ്ങ് പറഞ്ഞതാണ്. പുലി പറഞ്ഞു സാർ, അതാ ചോദിച്ചേ. പുലിയുണ്ട്. അതെന്താന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മേടൻ രാശിയിൽ രവി വരുമ്പം സിംഹത്തെ ചിന്തിക്കണം. മേടൻ രാശിയിൽ ചന്ദ്രൻ വരുമ്പം
പുലിയെ ചിന്തിക്കണം. അടുത്തത് അടുത്തത് പന്നി. ചിരിക്കുന്നു. പന്നി. മേടൻ രാശിയിൽ വ്യാഴം വരുമ്പോ പന്നിയെ ചിന്തിക്കണം. അടുത്തത് നായ. മേടൻ രാശിയിൽ ശനി വരുമ്പോൾ നായയെ ചിന്തിക്കണം. ആദ്യം മൃഗങ്ങളോട് പറഞ്ഞു സാറേ. വീരൻ, പരാക്രമി, സിംഹം, പുലി, പന്നി, നായ, കോഴി. നായ ശനിയാണല്ലേ സാറേ? നായ ശനി. കോഴി. എന്തായാലും ഞാൻ സിംഗം. ഞാൻ സിംഹമാണെന്ന്. പന്നി മേടരാശി കോഴിയാകുന്ന മേടൻ രാശി മേടൻ രാശിയിൽ അങ്ങനെ കോഴി ആകുന്ന തിരുവനന്തപുരം രാജ്യത്ത് ചോദിച്ചു. സാറേ കോഴി വരുന്ന ആര് വരുമ്പോഴാ? സാറേ എല്ലാം മേടൻ രാശിയെ കുറിച്ചാണ് ഇവിടെ പറയുന്നത്. ഇത് ഓരോ ഗ്രഹങ്ങൾ അവിടെ സംബന്ധപ്പെടുമ്പോഴേ കാര്യമാണ് ഈ പറയുന്നത്. അത് തന്നെ സാർ. അടുത്ത ഏത് ഗ്രഹം ഇവിടെ? വരാഹമിഹിരാചാര്യര് ആ വരാഹമിഹിരൻ എന്നുള്ള പേര് കേൾക്കുന്നത് തന്നെ രാജകൊട്ടാരത്തിലെ രാജാവിന്റെ അന്തഃപുരത്തില് മകൻ ജനിക്കുന്ന സമയത്ത് സഭയിലുള്ള പ്രമുഖരായ ജ്യോതിഷികളെല്ലാം അവിടെ നിർത്തിയേച്ച് ജനനസമയം കുറിച്ച് ആ പ്രസവം നടക്കുന്ന സമയത്ത് എല്ലാവരും ലൈവാ ജാതകം എഴുതി 20-ാമത്തെ വയസ്സിൽ എല്ലാവരും അതായത് മകന് പട്ടാഭിഷേകം നടത്താമെന്ന് പറഞ്ഞു. യുവരാജാവായിട്ട് മേല് വരാഹമിഹിരൻ മാത്രം 20-ാമത്തെ വയസ്സിൽ പന്നിയുടെ ആക്രമണത്താൽ ഈ കുട്ടി മരണപ്പെടും, യുവരാജാവില്ല, മരണം സംഭവിക്കും എന്ന് പറഞ്ഞു. 20-ാമത്തെ വയസ്സിൽ ആ പറയുന്ന കാലയളവില് ദിവസത്തിലേക്ക് വന്നപ്പോഴത്തേന് ഇവനെ മിഹിരാചാര്യനെ പേരുള്ളൂ, മിഹിരാചാര്യനെ കൊണ്ടുവന്ന് കറക്കി വെച്ചു. ഇവനെ കൊണ്ടുവന്ന് അവിടെ പ്രൊട്ടക്ട് ചെയ്ത് തിരുവനന്തപുരത്തിനകത്ത് വെച്ച് സെറ്റ് ചെയ്തു. വളരെ കറക്റ്റായിട്ട് എന്ന് വെച്ചാൽ കുടിക്കാനും കഴിക്കാനുള്ളത് ഒരൊറ്റ സാധനം സംഭവത്തില്ലെന്ന് പറഞ്ഞിട്ട് വളരെ ചെറുക്കാൻ അവിടെ ഇവിടെ തെക്കോട്ട് വടക്കുമായിരുന്നു കിടക്കുന്നുണ്ട്. കാല് തട്ടി നേരെ കൊണ്ട് ചെന്നപ്പോൾ കട്ടിലേൽ പന്നിയുടെ കൊമ്പിന്റെ രൂപം കൊത്തിവെച്ചിട്ടുണ്ടായിരുന്നു. പള്ള കയറി കത്തും. അതായത് ഈ മേടൻ രാശിയിൽ വ്യാഴം മോശപ്പെട്ട രീതിയിൽ ശനിയുമായിട്ട് നീചശനിയുമായിട്ട് ബന്ധം വന്നിട്ടുള്ളത് കൊണ്ടാണ് അങ്ങനെ മരണം ഉണ്ടായത്. വ്യാഴം മേടൻ രാശിയിൽ നിൽക്കുകയും ശനി അവിടെ നീചനാണ്. ആ ശനിയും കൂടി അവിടെ സംബന്ധപ്പെട്ട് അനിഷ്ട സ്ഥാനങ്ങളുമായി ബന്ധം വന്നപ്പോഴാണ് മരണം ഉണ്ടായത്. 90% അങ്ങനെയുള്ള ഒരു ജാതകം വൃശ്ചിക ലഗ്നത്തിൽ വന്നിട്ടുണ്ടാകും. നമ്മൾ ഈ വെറുതെ ഈ ഗ്രഹങ്ങൾ അവിടെ ഇവിടെ നിൽക്കുന്നു എന്നുള്ളതല്ല, നമ്മളിത് സീരിയസ് ആയിട്ടൊന്ന് ചിന്തിച്ചു നോക്കാം. ഈ രാശികളിൽ ഇന്ന കാര്യങ്ങൾ അവിടെയുണ്ട്. അപ്പൊ മേടൻ രാശിയിൽ ശനി നായയുടെ കടി കൊള്ളാനോ നായയുടെ ആക്രമണം ഏൽക്കാനോ ഒക്കെ വളരെയേറെ സാഹചര്യങ്ങളും സൗകര്യങ്ങളും ഉണ്ടാക്കുന്നതാണ് ജാതകം. ആ ജാതകന് അല്ലെങ്കിൽ ജാതകയ്ക്ക്. സാറേ അപ്പൊ ഒരു സംശയം, ഈ സിംഹവും പുലിയോ? സിംഹം പുലി പറഞ്ഞെങ്കിൽ സിംഹം എന്ന് കൊള്ളുന്നില്ല. ഗവൺമെന്റ് മോശപ്പെട്ട രീതിയിലാണെങ്കിൽ ഗവൺമെന്റ് തൂക്കിക്കൊല്ലും, രാജാവ് തൂക്കിക്കൊല്ലും. ഗ്രീഷ്മ കാര്യങ്ങൾ വരുവാണെങ്കിൽ ഏകദേശം അവിടെ തീർന്നു. നായും പന്നിയും കൊല്ലും അല്ല കടിക്കുമെന്ന് പറഞ്ഞോണ്ട് ഞാൻ ചോദിച്ചേ. അനാഥനമാണെന്നില്ല, ആരെങ്കിലും തലക്കടിക്കെങ്കിലും കൊല്ലും. റിപ്പർ ചന്ദ്രൻ വന്നു തലക്കടിക്ക് കൊല്ലും. സൂര്യൻ മോശപ്പെടുമ്പോഴാണ് അതൊക്കെ. സൂര്യൻ എന്ന് പറഞ്ഞാൽ മേടൻ രാശിയുടെ ആദ്യത്തെ 3 ഡിഗ്രിയിൽ കുജൻ എന്ന് പറയുന്ന ഗ്രഹം സൂര്യന് ഇങ്ങനെയൊക്കെ അനിഷ്ടബന്ധങ്ങളിൽ വന്നാൽ തലയൊക്കെ പൊട്ടിത്തെറിച്ച് കരയെന്നായി പോകും, പല വഴിക്കായി പോകും. ഭയങ്കര. ഞാൻ വിചാരിച്ചു സാറേ പൂവിലെങ്ങാനും ചെന്നാല് കാല് തെറ്റിയെങ്ങാനും സിംഹക്കൂട്ടി വീണാൽ എന്ത് പെട്ടെന്ന് അവിടെ പോയി ചിന്തിച്ചെന്ന് കണ്ടോ. പോകണ്ട, സൂര്യൻ പോകണ്ട, പ്രശ്നം പോകണ്ട. അപ്പൊ എന്താ എഴുതിയിരുന്നു? കാമി ശൂര അങ്കന ശൂര വീരൻ. ഓക്കെ അല്ലേ? കോഴി വരെയായി. കോഴി വരെ എത്തി. കോഴി. അപ്പൊ രാഹു, കോഴി രാഹു. ക്ലിയർ?
അതില് മേടൻ രാശിയില് കോഴി എന്ന് പറയുന്ന ഗ്രഹം, രാഹു എന്ന് പറയുന്ന ഗ്രഹം ശുക്ര നക്ഷത്രത്തിൽ നിൽക്കണം, അല്ലാതെ പറ്റില്ല. ഇപ്പൊ തൽക്കാലം വിട്ടേക്കാം. എഴുതിയോ? അപ്പൊ ശൂര അങ്കന. ഇതാ അങ്കനയുടെ അർത്ഥം. അംഗം, അങ്കന. അപ്പൊ എന്താ? ഡാൻസുകാരൻ എന്നുള്ളതല്ല, അങ്കന വല്ലഭ എന്ന് പറയുമ്പോ ഈ അങ്കനമാരെന്ന് കേട്ടിട്ടില്ലേ? മൗലിമണി. അങ്കന, അത് ആ സാധനം. അതായത് വളരെ മനോഹരമായ സൗന്ദര്യവതികളായിട്ടുള്ള സ്ത്രീകൾക്ക് പ്രിയപ്പെട്ടവൻ. സുന്ദരികളായ സ്ത്രീകൾക്കൊന്നുമില്ല അല്ലെ? ശരിയായിരിക്കും. കേട്ടില്ല? സ്ത്രീകൾക്കാണെങ്കിൽ ജിമ്മന്മാരെയൊക്കെ ഇഷ്ടമായിരിക്കും. ഇപ്പൊ കഞ്ചന്മാരെ ഇഷ്ടം. അതിപ്പം മസിൽമാനെയാണോ അത് സാധാരണപ്പെട്ട മനുഷ്യനെയാണോ ഇഷ്ടമെന്ന് ചോദിക്കേണ്ടി വരും. അതിന് സ്ത്രീകളോട് ചോദിക്കണം, ഇവിടെ ഞാൻ ചോദിക്കുന്നില്ല. ജിമ്മന്മാരെയൊന്നും ഇഷ്ടമല്ല സാർ. പുള്ളമാരെ ഇഷ്ടമല്ലെന്നോ? ജിമ്മന്മാരെയൊന്നും അത്ര ഇഷ്ടമല്ല. എന്തുകൊണ്ടാന്ന് നോക്കണ്ട. അല്ലെ? ഇവിടെ കൊള്ളുന്നുണ്ട്. അപ്പൊ എഴുതിക്കോ. ഇപ്പൊ മേടൻ രാശി 7ാം ഭാവം ബന്ധമായാല് സിമ്പിൾ ആയിട്ട് പറഞ്ഞു. ഇപ്പൊ പറഞ്ഞു വന്നപ്പോഴേ ഈ ഇഷ്ടങ്ങൾ പറഞ്ഞുകൂടാ. മേടൻ രാശിക്ക് 7ാം ഭാവമായിട്ട് വരുമ്പോ നോക്കി, അവിടെ ജിമ്മൻ എന്ന് പറഞ്ഞൊരു വാക്ക് ഉപയോഗിച്ചപ്പോഴേ, ഏതാ ജിമ്മൻ എന്ന് പറഞ്ഞൊരു വാക്ക് ഉപയോഗിച്ചപ്പോ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കണം. അവിടെ തുലാൻ രാശി ലഗ്നമായിട്ട് അവിടെ സ്ത്രീയുടെ ജാതകം വരുവാണെങ്കിൽ അവർക്ക് ജിമ്മനെ ഇഷ്ടമാവും കൂടുതൽ. കാരണം 7ാം ഭാവം തന്നെ അങ്ങനെയാണ് പറയുന്നത്, അല്ലേ? മേടൻ രാശിയല്ലേ, അങ്കനവല്ലഭൻ കൂടിയല്ലേ പറയുന്നത്. ശരീരപരമായ അതെ. അങ്കനത്തെ നല്ല രീതിയിൽ അതിനെ ഇഷ്ടപ്പെടും, ശരീരത്തെ പൊതുവെ ഇഷ്ടപ്പെടുകയായിരിക്കും മറ്റുള്ളവർ. അപ്പം ഇനി സ്ത്രീ ആയാലോ, സ്ത്രീക്ക് പുരുഷന്മാരായ ജിമ്മന്മാര്, അല്ലെങ്കിൽ നല്ല ശരീരമുള്ള, ഉറച്ച ശരീരമുള്ള, ദൃഢമായ ശൂരത്വമുള്ള, വീര്യമുള്ള ആൾക്കാരെ ഇഷ്ടമായി. അത് പുരുഷനായാലോ സ്ത്രീകളുടെ കാര്യത്തിൽ ഭയങ്കര വണ്ണമുള്ളവരെ ഒന്നും ഇഷ്ടാവില്ല. മനസ്സിലാവുന്നുണ്ടോ? അവർക്ക് അവരുടെ ജിമ്മടി അപ്പൊ സ്ത്രീകൾ ജിമ്മന്മാരുമായിട്ട് ഇഷ്ടക്കേടൊന്നും ഉണ്ടാവില്ല. എന്നാ മസില് വരുമ്പോൾ അതിനൊരു കണ്ടീഷനിങ് അവരുടെ കയ്യിലുണ്ടാവും. എപ്പോഴും ഓരോ ജാതകത്തിനും ഓരോ കണ്ടീഷനിങ് ഉണ്ടാകും. മേടൻ രാശിക്ക് പൊതുവെ മേടൻ രാശിയിൽ വരുന്നവർക്കുള്ള കണ്ടീഷൻ എവിടെ പറഞ്ഞിരിക്കുന്നത് ക്ലിയർ ആയിരുന്നു. ഓക്കെ സാർ, ഈ ജിമ്മന്മാരെന്ന് പറയുന്നതേ വെൽബിൽറ്റ് ബോഡി എന്ന് പറയുന്നതും കറക്റ്റ് ആവില്ലേ? കേട്ടില്ല. ഈ ജിമ്മന്മാരെന്ന് പറയുമ്പോഴ് വെൽബിൽറ്റ് ബോഡി എന്ന് പറയുന്നതും കറക്റ്റ് ആവില്ലേ? ബിൽഡ് ബോഡി ഇതിപ്പോ അതിങ്ങനെ മാസിലൊക്കെ ഉരുട്ടുമ്പോ ഇങ്ങനെ ഉരുണ്ടില്ല കൊച്ചി, ഇത് എന്തിന്റെ കൊച്ചാന്ന് ചോദിക്കുന്ന മാതിരി ഇരിക്കുന്ന സാധനമല്ല ഞാൻ ചോദിച്ചത്. അങ്ങനെ തന്നെ പറഞ്ഞ നിർബന്ധമൊന്നുമില്ല. സ്ട്രക്ചർ എന്നുള്ള ആ ഒരു ഷേപ്പ്, ആകർഷണീയത എന്ന് പറയുന്ന സംഭവം. ഓക്കെ, ശൂര അങ്കന വല്ലഭ. ഓക്കെ, ക്ലിയർ ആയല്ലോ? അപ്പൊ ഇവർക്ക് വല്ലഭ പ്രത്യേകം എഴുതണോ സാറേ? വേണ്ട, ശൂരാങ്കന വല്ലഭ. വല്ലഭന് പുല്ലുവായുധം, അതായത് കഴിവുള്ളവൻ എന്നുള്ളതാണ് അതിന്റെ അർത്ഥം. വല്ലഭൻ, സമർത്ഥൻ, കഴിവുള്ളവൻ, മിടുക്കൻ അല്ലെ മിടുക്കി. അപ്പൊ ഇവര് പൊതുവെ ഒരു കഴിവുള്ള വ്യക്തിയാണ് എന്നുള്ളതാണ്. അത് ഈ കഴിവുള്ളത് കൊണ്ടാണല്ലോ ഇപ്പൊ മറ്റേ മുതലാളി എടുത്തിട്ട് ചൂഷണം ചെയ്യുന്നത്. അടുത്തത് അങ്ങനെ സേവാജ്ഞ എന്താന്ന് നേരത്തെ പറഞ്ഞിരുന്നല്ലോ അല്ലെ? അടുത്തത് സേവാജ്ഞ കഴിഞ്ഞു. കുനഖി വൃണാങ്കിത ശിരാം. കുനഖി അതായത് കുഴിനഖം. മേടൻ രാശിയിൽ ജനിച്ചവർക്ക് കുഴിനഖം ഉണ്ടാകാം. അത് ഈ കുഴിനഖം കാലയിലാണോ കയ്യിലാണോ സാറേ? ചോദിക്കണ്ടേ?
അല്ലേ ഇപ്പൊ കുഴിനകം എന്നല്ലേ പറഞ്ഞുള്ളൂ. ഇതിപ്പോ കാലേലാന്നോ കയ്യേലാന്നോ എന്ന് പറയണ്ടായോ? അതെന്താ ഇവര് പറയാത്തത്? രണ്ടും വരത്തില്ലേ? എവിടെ വരും? മേടൻ രാശിക്കാർക്ക് എവിടെ വരാം? എന്തോ വരാം. മേടം തലയല്ലേ ഇപ്പൊ? മേടം തലേ മുത്തിന്റെ കാര്യം പറഞ്ഞു. കയ്യിൽ വരാം. കയ്യില് വരാമോ? അത് തലയില്ല. രാശിയില് കയ്യും കാലും ഇല്ലേ ഞാനിപ്പോ പറഞ്ഞത്, അല്ലെ? കയ്യടയും കാലിന്റെയും കാരകന്മാരാരാണെന്ന് പറഞ്ഞു? ശനി. കാലിന്റെ ശനി അല്ലേ? ശനി ഇവിടെ എങ്ങനെയുണ്ട്? ശനി ഇവിടെ എങ്ങനെയുണ്ടാവും? കാലിന് കൊടുക്കാമല്ലോ അല്ലേ? അല്ലേ? നീചനല്ലേ കാലിന്റെ ആള്? നീചനല്ലേ? ആണോ? ആണോ? ബുധനോ? കയ്യർ ആള് ബുധനല്ലേ? ബുധൻ എവിടെ നീചനാവുന്നേ? വരത്തില്ല. ബുധൻ നീചനാകുന്നത് മീനൻ രാശിയിലല്ലേ? അല്ലേ? അതെ. അപ്പോ നമുക്ക് ബുധനെ കൊണ്ട് ചിന്തിക്കാം. മേടൻ രാശിക്കാർക്ക് ബുധൻ കുഴപ്പക്കാരനായാൽ കയ്യിൽ നീചവും പിന്നെ കുഴിനകവും, ശനി കുഴപ്പക്കാരനായ കാലിൽ കുഴിനകവും ഉണ്ടാവും. രണ്ടുപേരും കുഴപ്പമുണ്ടായില്ലെങ്കിലോ? കുഴപ്പമില്ല. ഗ്രഹം എവിടെയാണോ ഏതാണോ അവിടെ പഴുക്കും. എന്താന്ന് മനസ്സിലായോ? അവിടെ മുറിവുണ്ടായി വ്രണമുണ്ടാകും. ആ കാരകത്വം ക്ലിയർ ആയോ? ശനി എന്ന് പറയുന്ന ഗ്രഹം ലഗ്നത്തിൽ നീചനാണ് മേടൻ രാശിയിൽ. അതുകൊണ്ട് കാലേൽ കുഴിനകം ഉണ്ടാകാം. ശനി കുഴപ്പക്കാരനായാൽ മേടൻ രാശി ലഗ്നം വരികയും അവരുടെ ശനി ഏതെങ്കിലും വിധത്തിൽ മോശാവസ്ഥയും ബാധിക്കപ്പെട്ടിട്ടുണ്ടെങ്കിൽ അവർക്ക് കുഴിനകം ഉണ്ടാകും. എവിടെ? കാലിൽ ഉണ്ടാകും. അതേ സമയത്ത് ബുധൻ എന്ന് പറയുന്ന ഗ്രഹമാണ് നീചമാകുന്നത് എങ്കിൽ എവിടെ ഉണ്ടാകും? കയ്യിൽ ഉണ്ടാകും. ഇനിയും വൃണ അങ്കിത ശിര എന്ന വാക്ക്, വൃണ നഖീവൃണ എന്നൊരു വാക്ക് അവിടെ ഉപയോഗിച്ചിട്ടുണ്ട്. അതുകൊണ്ട് വൃണം, മേടൻ രാശിക്കാർക്ക് ഒരു വൃണം ശരീരത്തിൽ ഉണ്ടായി അതിന്റെ പാട് അവശേഷിക്കും. ക്ലിയർ ആയോ? ഉണ്ടോ? അവസാനം പറഞ്ഞ ഒന്നുകൂടെ പറയാം. മേടൻ രാശിക്കാർക്ക് ശരീരത്തിൽ എവിടെയെങ്കിലും ഒരു മുറിവുണ്ടായി അത് ഇച്ചിരി ബുദ്ധിമുട്ടിച്ച് അതിന്റെ പാട് അവിടെ അവശേഷിപ്പിക്കും. കുഴിനകം ഇല്ലാതാണോ? കുഴിനകം ഉണ്ടാവണം നിർബന്ധമില്ല എന്നാ പറഞ്ഞേ. അവിടെ വൃണാങ്കി എന്ന് പറയുന്ന അംഗങ്ങൾക്ക് വൃണം ഉണ്ടാകണം എന്ന് നിയമമാണ്. അപ്പൊ അത് ഇത്തിരി പ്രശ്നം ഉണ്ടാക്കിയിട്ട് അതിന്റെ ഒരു പാടോ ബുദ്ധിമുട്ടോ അല്ലെങ്കിൽ ആ മുറിവോ അങ്ങനെ തന്നെ ഇരിക്കും. മനസ്സിലായോ? വൃണാങ്കി ശിര, അവിടെ ശിരോ എന്നാ പറഞ്ഞത്, ശിരസ്. പിന്നെ മേടൻ രാശിക്കാർക്ക് ഹൃദയ സംബന്ധമായ ബുദ്ധിമുട്ടുകൾ ഉണ്ടാവാൻ വലിയ പാടൊന്നുമില്ല. ഹൃദയമുള്ളതുകൊണ്ടാണോ സാറേ? ഏതാ? ഹൃദയമുള്ള ആൾക്കാരെ കൊണ്ടാണ്. ഹൃദയമുള്ള ആൾക്കാരായത് കൊണ്ടാണെന്നോ? അല്ല, ഹൃദയത്തിന്റെ പ്രവർത്തന സ്ഥാനം എന്ന് പറയുന്നത് ഏത് ഭാവമാണോ ആ ഭാവത്തിൽ ലഗ്നാധിപനായിരിക്കുന്ന കുജൻ നീചനാകുന്നത് കൊണ്ടാണ്. അതൊക്കെ അതൊന്നുകൂടെ ഒന്ന് വ്യക്തമാക്കി തരാമെന്ന് ചോദിച്ചാൽ ആർക്കും തരാത്തില്ല. ഇതിന്റെ തിയറി എല്ലാം പറഞ്ഞു തന്നിട്ടുണ്ട്. എന്താ പറഞ്ഞെന്ന് വേണമെങ്കിൽ ഒന്നുകൂടെ പറഞ്ഞുതരാം. സാറേ ഒന്നുകൂടെ പറഞ്ഞു സാറേ. അതെ, മേടൻ രാശിക്കാർക്ക് ലഗ്നാധിപനായ കുജൻ ഹൃദയത്തിന്റെ പ്രവർത്തി സ്ഥാനത്ത് നീചം ഭവിക്കുന്നത് കൊണ്ട് ഹൃദയ സംബന്ധമായ ബുദ്ധിമുട്ടുകൾ അനുഭവിക്കേണ്ടി വരും.
അടുത്തത് മാനി. മാനി. ഇതിന്റെ അടുത്ത ഫയൽ എടുത്തില്ല. സ്ക്രീൻ കാണുന്നുണ്ടല്ലോ അല്ലെ? മാനി എന്താണ്? അഭിമാനം. ഭയങ്കര ദുരഭിമാനമൊക്കെ ഉണ്ടായിരിക്കും. മാനിയായിരിക്കും. അപ്പൊ മാനിയാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രത്യേകിച്ച് കാര്യമില്ലെങ്കിലും ഒരു ആവശ്യമില്ലാത്തടത്തെല്ലാം ഇതെടുത്ത് കളയ്ക്കാൻ വെക്കുന്ന ഒരു സ്വഭാവം വരും. പിന്നെ മാനി കൊണ്ട് വേറെ ക്വാളിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരല്പം അഭിമാനിയായിരിക്കും, സ്വയം അഭിമാനിയായിരിക്കും എന്നുള്ളതാണ്. അത് പെട്ടെന്ന് ഒരു ബുദ്ധിമുട്ടുള്ളതൊന്നും അങ്ങോട്ട് അയ്യോ വേറൊരാളുടെ മുന്നിട്ട് പോയിട്ട് ഇങ്ങനെ താഴാൻ ഒരു അവസരം എടുക്കാൻ താല്പര്യം ഉണ്ടാവാത്തവരായിരിക്കും. തുറന്നു പറയാത്തവരായി. അതെ, നിവൃത്തിയില്ലാത്തടത്ത് മാത്രം തുറന്നു പറയും. തനിക്ക് ആവശ്യമുണ്ടെന്ന് തോന്നുന്നത് മേടൻ രാശി ആടിന്റെ സ്വഭാവം ഓർത്തോണം. കുറേശ്ശെ മറ്റുള്ളവരോട് മനസ്സ് തുറന്ന് സംസാരിക്കാത്തവരായിരിക്കാം. ഉറപ്പായിട്ടും. അയ്യോ സംസാരിക്കും. ഇത് വേറെ മേളം. ഇത് വേറെ മേളത്തെ കുറിച്ച്, ഈ മേളത്തെ കുറിച്ച് പറഞ്ഞില്ല. മനസ്സ് തുറന്ന് സംസാരിക്കുക എന്ന് പറയുമ്പം മനസ്സെന്ന് പറയുന്നതില് പൃഥ്വിരാജ് പറയുന്ന പോലെ മനസ്സെന്ന് പറയുന്നത് അവനവന്റെ സ്വകാര്യതകൾ നിലനിർത്തിയിരിക്കുന്ന ഒരു വലിയ ഒരു പ്രത്യേകം എന്താ പറയാ അവയവമായിട്ടാണ് പുള്ളി പറയുന്നത്. അത് എല്ലാവരുടെയും കയ്യിൽ കൈകാര്യം ചെയ്യാൻ കൊടുക്കാൻ പറ്റിയ സാധനമല്ല. അത്രയും വിശ്വാസമുള്ളവരോട് മാത്രമാണ്. അപ്പൊ എല്ലാ കാര്യങ്ങളും തുറന്ന് പറയുന്ന ആള് മനസ്സ് തുറന്ന് സംസാരിക്കാത്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനർത്ഥം ട്രസ്റ്റ് ചെയ്യില്ല എന്ന് ആണ് അതിനകത്ത് മനസ്സിലാക്കേണ്ടത്. അതാണ് ഉദ്ദേശിച്ചത്. മറ്റൊരാളായ ഒന്നും പെട്ടെന്ന് കയറി വിശ്വസിക്കത്തൊന്നുമില്ല. മേടൻ രാശിയല്ലേ? ഇച്ചിരി കുഴപ്പമാണോ? കുജൻ എടുത്തുചാട്ടം ഉള്ളതല്ലേ, അപ്പൊ സംസാരത്തിലും അത് ഉണ്ടാവും. സംസാരത്തിനകത്ത് ഉണ്ടാവുമെന്ന് ചോദിക്കുമ്പോ അവിടെ രണ്ട് വിധത്തിലാണ് സാർ. ഇവര് നേരത്തെ ആദ്യമേ തന്നെ പറഞ്ഞല്ലോ, താമ്രത് ഉഷ്ണശാഖ ലഘു, അതായത് കുറച്ച് പറയുക, അത് വളരെ സ്പെസിഫിക് ആയിട്ട് പോയിന്റ് ആയിട്ട് പറയുക എന്നുള്ളൊരു അർത്ഥം ഉണ്ടാവും. എന്നാൽ ഈ രണ്ടാം ഭാവത്തിന്റെ അധിപൻ കുഴപ്പക്കാരനാണ് എന്നുണ്ടെങ്കിൽ പിന്നെ വായി വരുന്ന എന്തും പറയും. അങ്ങനെ എടുക്കാം. ഏതൊരു വിഷയത്തെ നമ്മൾ ചിന്തിക്കുമ്പോൾ അതിന്റെ ഭാവത്തിന്റെ അധിപനെയും കൂടി ചേർത്തിട്ട് വേണം നമ്മൾ ഫലം ചിന്തിക്കാൻ. ഫൈനലി അതിന്റെ ഫൈനൽ ഔട്ട്പുട്ട് അങ്ങനെയായിരിക്കും. ഇത് ഇൻബോൺ ആയിട്ട് ഇങ്ങനെയാണ് ഉള്ളതെന്ന് പറയണത്. ഓക്കെ, എടുത്തുചാട്ടം ഉള്ളത് കൊണ്ട് എന്ത് ചെയ്യും? ഈ തന്നെത്താനെ കുഴി വെട്ടാനായിട്ട് ഇവർക്ക് അറിയാം. പ്രത്യേകിച്ച് വേറൊരു കൊട്ടേഷൻ ഒന്നും കൊടുക്കണ്ട, ആരും വന്ന് എടുക്കണ്ട, ഞാൻ തന്നെത്താനെ വെട്ടിക്കോളാന്ന് പറഞ്ഞോളൂ. ഓരോന്ന് കണ്ടുപിടിച്ചേച്ച് അതിന്റെ പടലിലേക്ക് പോയി വെച്ചേച്ച് അവസാനം നെഞ്ചിട്ടത് അയ്യോ എന്റെ അമ്മച്ചിയെ പോച്ചോ എന്നൊക്കെ പറഞ്ഞ് വിളിച്ചു പോവാ. ആ ഒരു കാര്യമാണ് അതിനകത്ത്. ഒന്നാം ഭാവം, എട്ടാം ഭാവം. പക്ഷെ അതിലൊക്കെ അല്ല, എങ്ങനായാലും 4 കാലയിലെ വീഴുള്ളൂ. കുജൻ എന്ന് പറയുന്ന ഗ്രഹത്തിന് പൊതുവെ നീളം അധികം ഉണ്ടാവുകയില്ല. അടുത്തത് മാനി. സഹോദരന്റെ സഹോയും അപ്പുറത്ത് ആ അഗ്രജൻ. ഓക്കെ, മൂത്ത സഹോദരൻ എന്ന, അവിടെ സഹോദരന്മാരിൽ മൂത്തവൻ എന്ന് പറയാം. അങ്ങനെ എടുക്കരുത് ഇവിടെ. ഇപ്പൊ മേടൻ രാശി ജനിച്ചവരെല്ലാരും മൂത്തവരാണെന്നില്ല. ഇപ്പൊ മേടൻ രാശിയിൽ ജനിച്ച് ലഗ്നത്തിൽ ജനിച്ച്
അവര് ഏറ്റവും ഇളയ ആളായിരിക്കാം. അങ്ങനെ വന്നാല് വീടിന്റെ സകല ഉത്തരവാദിത്വവും കുടുംബത്തിന്റെ സകല ബാധ്യതയും അവരുടെ പടലിലേക്കായിരിക്കും ഉണ്ടാവുക. ഡൺ. എന്ന് വെച്ചാൽ എന്താ? ശ്രേഷ്ഠൻ എന്നാണ് ഇവിടെ അർത്ഥാക്കേണ്ടത്. ശ്രേഷ്ഠൻ. ശ്രേഷ്ഠനായിരിക്കും. കുടുംബത്തിലെ ഉത്തരവാദിത്തങ്ങളെ ഏറ്റെടുക്കുന്നവർ. കുടുംബത്തിനാ മാത്രല്ല, ഏത് ഉത്തരവാദിത്വം ഏറ്റെടുക്കും. ഒന്ന് നിർബന്ധിച്ചു വിട്ടാൽ മതി, ഏറ്റെടുത്തോളൂ. ഏറ്റെടുത്തു കഴിഞ്ഞാൽ പിന്നെ വരുമ്പോഴായിരിക്കും അവര് നോക്കും. ഉത്തരവാദിത്തങ്ങളെ ഏറ്റെടുക്കും. അത് ഈ ഉത്തരവാദിത്തങ്ങൾ ഏറ്റെടുക്കുന്നതുകൊണ്ട് വലിയ മെച്ചം ഉണ്ടാകത്തില്ല. മെച്ചമൊക്കെ ഉണ്ടാവും, അതിന് വളർച്ചയൊക്കെ ഉണ്ട്, പക്ഷെ ഇച്ചിരി പാടായി, സമയം എടുക്കും എന്നുള്ളതേ ഉള്ളൂ. അടുത്തത് മേടൻ രാശിയിൽ ജനിക്കുന്നവർക്ക് ഈ പ്രമാണത്തില് ഇപ്പൊ എന്താ അടുത്തത്? സഹോദരൻ ശ്രേഷ്ഠൻ അല്ലെങ്കിൽ മൂത്ത സഹോദരന് തുല്യനായിട്ടുള്ള വ്യക്തി, ഉത്തരവാദിത്തങ്ങൾ ഏറ്റെടുക്കാൻ കഴിവുള്ളവൻ. ഓക്കെ. അത് ശക്തി, പാണി, തലേ, അങ്കിതതിഥി, അങ്കിതാത്, അങ്കിത, ശക്തിയ, പാണി, തലേ. ശക്തിയ എന്ന് പറയുന്നത് ശക്തി എന്ന വാക്ക് ഉത്സാഹം എന്ന് വീണ്ടും ആവർത്തിച്ച് പറയേണ്ടി വരും. ബലം, സാമർഥ്യം. ശക്തി എന്നല്ല, ശക്തി എടുക്കണം. ഇവിടെ പറയുന്നത് ശക്തി എന്ന രേഖ കയ്യിലുള്ളവൻ എന്നാണ്. ഇതിപ്പോ ഇതിനകത്ത് ഇപ്പൊ ഏത് രേഖയാണ് പിന്നെ ശക്തി എന്നുള്ളത് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്ക് അറിഞ്ഞൂടാ. ശക്തിയുള്ള രേഖ ഉള്ളവൻ, ശക്തി എന്ന രേഖ കയ്യിലുള്ളവൻ എന്നാണ് പറയുന്നത്. മനസ്സിലാവാത്ത എന്ത് അർത്ഥങ്ങളാകുമ്പോൾ പിന്നെ കുഴപ്പമില്ല, നമ്മളങ്ങ് രേഖയായിട്ടുണ്ട്. ഇഷ്ടംപോലെ രേഖയുണ്ടല്ലോ. ശങ്കരാടി പറയുന്ന മാതിരിയായിരിക്കും എല്ലാ രേഖകളും എന്റെ കയ്യിലുണ്ട്. അതുപോലെ ഒരു രേഖയാണിത്, ശക്തി രേഖ. നോക്കൂ, ശക്തി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉത്സാഹമായിട്ടുള്ള വ്യക്തി, ബലം, സാമർഥ്യം. ശിവശക്തി, പരാശക്തി, ലക്ഷ്മി. ശിവശക്തി, പരാശക്തി, ലക്ഷ്മി. ശിവശക്തി, പരാശക്തി, ലക്ഷ്മി. പ്രകൃതി, ജിലു ഉണ്ടോ? കട്ടായി പോയോ? കട്ടായി പോയി. ഓക്കെ, എഴുതിയോ? ഒരിനം ആയുധം, ഒരു പ്രത്യേകത. വേൽ എന്ന് പറയുന്ന ആയുധം ശക്തി എന്നത് വേൽ എന്ന് പറയുന്ന ആയുധം. ഇവരുടെ ഈ വേൽ എന്ന് പറയുന്ന ആയുധത്തെ കൊണ്ട്, വേൽ എന്നത് കൊണ്ട് ഇവിടെ മേടൻ രാശിക്ക് സന്താനത്തെ ചിന്തിക്കണം. അതായത് പൂർവജന്മാർജിതമായ ചില കഴിവുകൾ ഇവരിൽ ഉണ്ടാകും. പ്രത്യേകിച്ചും കാർത്തിക, ഉത്രം, ഉത്രാടം നക്ഷത്രത്തിൽ പുരുഷ സന്താനം ജനിച്ചിട്ടുള്ള വ്യക്തികൾക്ക് വളരെ സ്പെഷ്യൽ ക്വാളിറ്റീസ് ഉള്ള കഴിവുകൾ ഉണ്ടായിരിക്കും. ഉത്രാടമാണ്. കാർത്തിക, ഉത്രം, ഉത്രാടം നക്ഷത്രത്തിൽ ജനിച്ചിട്ടുള്ളവർക്ക്
വളരെ സ്പെഷ്യൽ ക്വാളിറ്റീസ് ഉള്ള പൂർവജന്മാർജിതമായ കഴിവുകൾ ഉണ്ടായിരിക്കും. എന്നാൽ ഈ നക്ഷത്രത്തിലെ ഒരു സന്താനം അവർക്കുണ്ടായാൽ കുടുംബജീവിതം അസ്വസ്ഥമായി പോകും. എന്നോട് പറഞ്ഞേ സാറേ. ഈ നക്ഷത്രം മേട ലഗ്നമായിട്ട് വരികയും ഉത്രം, കാർത്തിക, ഉത്രം, ഉത്രാടം, ഇതിനകത്ത് ഓരോ വിഷയത്തിലും നോക്കൂ. കാർത്തിക നക്ഷത്രത്തിൽ ജനിക്കുന്നവർക്ക് ഒരു ഫലം, ഉത്രം നക്ഷത്രം, ഉത്രാടം നക്ഷത്രം. എന്തായാലും ഈ നക്ഷത്രത്തിൽ ഉള്ള ഒരു സന്താനം, പുരുഷ സന്താനം പ്രത്യേകിച്ച് കേട്ടോളുക, പുരുഷ സന്താനം ഉണ്ടാകുമ്പോൾ, ഇനി സ്ത്രീ സന്താനമായാലും പാസ്റ്റ് ക്വാളിറ്റീസ് ഉണ്ടായിരിക്കും. എന്നാൽ പുരുഷ സന്താനത്തിന് വളരെ വിശേഷമായ ക്വാളിറ്റീസ് പൂർവജന്മാർജിതമായി തന്നെ അവരുടെ അവർക്ക് ജന്മനാൽ തന്നെ ലഭിച്ചിട്ടുണ്ടാവും. പക്ഷെ അത് അവർക്ക് ആക്റ്റീവ് ആവണമെങ്കിൽ സന്താനം ജനിക്കണം, അല്ലാതെ പറ്റത്തില്ല. മനസ്സിലായോ? ഒന്നുകൂടെ പറഞ്ഞു. പുരുഷ നക്ഷത്രം സാറേ, ഈ നക്ഷത്ര ജാതര കുഞ്ഞുങ്ങളുടെ രക്ഷകർത്താക്കൾക്ക് ഉണ്ടാവണമെന്നാണോ സാർ വരുന്നത്? അത് കിട്ടണമെങ്കിൽ മക്കൾ ജനിക്കണം. രക്ഷകർത്ത ഈ ലഗ്നത്തിൽ ജനിച്ച ഒരാൾക്ക് ഈ നക്ഷത്രത്തിലുള്ള സന്താനം ഉണ്ടായാൽ അവർക്കാണ് ഈ ക്വാളിറ്റി വരുന്നത്, കുട്ടിക്കല്ല. ഓക്കെ ഓക്കെ. എടുക്കേണ്ട ഒരു കഥയില്ല, അതിനെ എന്റെ വഴിക്ക് വിട്ടേക്ക്. പുരുഷ സന്താനം ഉണ്ടായാൽ അവർക്ക് വിശേഷമായിട്ടുള്ള ജന്മാന്തരങ്ങൾ കൊണ്ടുള്ള എന്തെങ്കിലും ഒരു ക്വാളിറ്റി, എക്സ്ട്രീം ലെവലിലുള്ള ക്വാളിറ്റീസ് എന്തെങ്കിലും വന്നു ചേരുന്നതാണ്. അത് ഈ കുട്ടി ഉണ്ടായതിന് ശേഷമേ അത് ഒരു അനുഭവത്തിലും വരത്തുള്ളൂ. ഓക്കെ. ഉത്രം, ഉത്രാടം, പിന്നെ വേറെ കാർത്തിക സൂര്യന്റെ നക്ഷത്രം. അത് മൂന്നും സൂര്യൻ നക്ഷത്രം. മൂന്നും സൂര്യന്റെ നക്ഷത്രം അല്ലേ? എഴുതിയോ? അപ്പം ശക്തി ആയുധം വേലെന്നതുകൊണ്ട് ഇവിടെ സന്താനത്തെയാണ് ഉദ്ദേശിച്ചിരിക്കുന്നത്. മുരുകന്റെ ആളല്ലേ? സ്പെഷ്യലി ജ്യോതിഷത്തിനകത്തൊക്കെ ഹൈ ടാലന്റുകൾ കിട്ടും. ജ്യോതിഷത്തിന്റെ ആളല്ലേ മുരുകൻജി. ഇപ്പോൾ സാറ് ഒരു സംശയം ചോദിച്ചോട്ടെ? എനിക്ക് ഉത്തരാടത്തിലുള്ള മോൻ ജനിച്ചത് കൊണ്ടാണോ ഇങ്ങനെ ഒരു ക്വാളിറ്റീസ് ഉണ്ടായേ ഈ പഠിക്കാൻ വേണ്ടി? സ്വയം അനുഭവം കൊണ്ട് ചിന്തിക്കണം. മകൻ ജനിച്ചതിന് ശേഷമുണ്ടായിരുന്നതും അതിനു മുമ്പുള്ളതും. ശരിയാ. അതിനാണ് പ്രത്യേകം പറഞ്ഞത്, ആ കുട്ടി അങ്ങനെ ഒരു സന്താനം ജനിച്ചാൽ മാത്രമാണ് ലൈഫിന്റെ നെക്സ്റ്റ് ഫേസ്. പക്ഷെ അതിനൊരു ഒരു നേട്ടത്തെ കൊടുക്കുമ്പോൾ അപ്പുറത്തൊരു കോട്ടവും തരും. ഇതെന്തുകൊണ്ട് ജാതകം നോക്കിയിട്ട് പറഞ്ഞപ്പോ എനിക്കത് മനസ്സിലായില്ലായിരുന്നു. ഇപ്പൊ എനിക്കത് മനസ്സിലായി, ക്ലിയർ ആയി. ഉച്ചം നീചം എന്നൊക്കെ പറഞ്ഞാൽ വെറുതെ തള്ളിക്കളയാനുള്ള ഐറ്റം ഒന്നുമല്ല. ഞാൻ ഈ പറഞ്ഞതിനൊക്കെ നല്ല പെർഫെക്റ്റ് നിയമം ജ്യോതിഷത്തിൽ തന്നെ ഉണ്ട്. ഫലം പറയുന്നത് ഇങ്ങനെയാണ്. സൂര്യന്റെ നക്ഷത്രം, ഓക്കെ, മേടൻ രാശിക്ക് 5ാം ഭാവത്തിന്റെ അധിപനാണ് സൂര്യൻ, ആണോ? ആ 5ാം ഭാവത്തിന്റെ അധിപൻ ലഗ്നത്തിൽ വന്നു.
ജനിച്ചു, ഏറ്റവും കൂടുതലും ബലം ഈ ലഗ്ന രാശിക്ക് കൊടുക്കുന്നവൻ സൂര്യനാണ്. ആണോ അല്ലയോ? അപ്പൊ സന്താനം ലഗ്നത്തിൽ വരുമ്പോ, അപ്പൊ ഈ സന്താനം ലൈവ് ആയാൽ ഈ ഒരു എനർജി ഇവിടെ ക്വാളിറ്റി സ്റ്റഡി. ഇനി അവരുടെ ലഗ്നത്തില്, അവരുടെ ജാതകത്തിൽ സൂര്യൻ ഉച്ചനും കൂടെ ആണെങ്കിലോ സൂപ്പർ, ഒരു രക്ഷ ഉണ്ടാവുന്നില്ല. മനസ്സിലാവുന്നുണ്ടോ? ഇതേ സൂര്യൻ നീചമടിക്കുന്ന രാശിയായത് അവന്റെ 7ാം ഭാവം പങ്കാളിയെ മാറ്റും. ഈ സന്താനം വരുമ്പോ സൂര്യൻ നീചനും കൂടി ആയാൽ ഉറപ്പായിട്ടും എന്താണ്, ഭർത്താവിനെ കാച്ചു. ഇല്ലെങ്കിൽ അടിച്ച് പിരിഞ്ഞു, ഉറപ്പാണ്. ആരുടെ സാറേ ഉദ്ദേശം? ആരുടെ ജാതകമാണോ മേടലഗ്നം വരുന്നത് അവന്റെ കാര്യമായിരിക്കും ഇവിടെ പറയുന്നത്. അതിൽ കൊച്ചുണ്ടായി കഴിയുമ്പോഴുണ്ടാകുന്ന ഒരു അഡീഷണൽ ക്വാളിറ്റിയും ഒരു പോസിറ്റീവ് അല്ലാത്ത വിഷയവുമാണ് ഞാൻ ഈ പറഞ്ഞത്. കുട്ടികളിൽ നിന്നുള്ള സംഭവം അത് മാത്രം സ്ത്രീകളാണെങ്കിലും ഭർത്താവും ഇതാവും. സ്ത്രീകളാണെങ്കിൽ ഭർത്താവും പോവും, പുരുഷനാണെങ്കിൽ ഭാര്യയും പോവും. പോകണമെന്നല്ല, അവര് ബന്ധം കളഞ്ഞിച്ച് പോകുന്നു. ജീവൻ ആയുസിന് വരെ ഉണ്ടെങ്കിൽ ബന്ധം കളഞ്ഞതിന്റെ പാടിന് പോകും. മനസ്സിലായോ? ഇതുവരെ ഉണ്ട്, കുഴപ്പമില്ല. ഏതാ കുഴപ്പം? കേട്ടില്ല. ഇതുവരെ ഉണ്ട്, കുഴപ്പമില്ല. അതെ സാറ് നേരത്തെ പറഞ്ഞത് ഈ മേഡത്തിന്റെ കാര്യമല്ല പറയുന്നതെന്ന്. ആ അതെ. മേടൻ രാശിക്ക് ഇങ്ങനെ ഒരു പ്രതി. ഇനി വേറൊന്നുണ്ട് പറഞ്ഞുതരാം. മേടൻ രാശിക്ക്, മേടൻ രാശിയിൽ ഈ ഇതിലുള്ള കുട്ടികൾ ഉണ്ടായെങ്കിൽ മാത്രമല്ലേ ഉള്ളൂ സാറേ? മാത്രമേ ഉള്ളൂ. അല്ല, പൊതുവെ മേടൻ രാശിക്ക് ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ, വിവാഹ ജീവിതത്തിലെ പ്രശ്നം ഉണ്ടാവാനുള്ള സാധ്യതകൾ ഉണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ നേരത്തെ. അപ്പൊ നമുക്ക് പിന്നെ കണ്ടുപിടിക്കാം. ബാക്കി അത് എങ്ങനെ, എവിടെ, ഏത് വിധത്തിലുള്ള വിവാഹമൊക്കെ പിന്നെ എടുക്കാം. ഇനി അടുത്തത് നോക്കിയേ. ശക്തി പാണീതല അങ്കിത എന്ന് പറഞ്ഞാൽ ശക്തി എന്ന രേഖ. ഇപ്പൊ നിങ്ങൾക്ക് മനസ്സിലായോ? ഈ ശക്തി എന്ന രേഖ എന്ന് പറഞ്ഞാൽ ഒരു വിശേഷമായ ക്വാളിറ്റിയാണ്. ആ ക്വാളിറ്റി കൊടുക്കുന്നവനാണ് ആ സൂര്യൻ. ഇത് അവരുടെ കഴിവാണ്. അത് അവരുടെ കയ്യിൽ ഉണ്ടാവുമോ ഇല്ലെന്നൊന്നും എനിക്ക് അറിഞ്ഞുകൂടാ. ഞാൻ ഈ രേഖ കണ്ടിട്ടില്ല. ഓക്കെ, സന്തോഷം. അടുത്തത് ഉള്ളം കയ്യിലുള്ളത്. ഓക്കെ, അതിചപല അങ്കിത എന്ന് പറയുന്ന, അങ്കിത എന്ന് പറയുന്ന കയ്യിൽ പതിച്ചിട്ടുള്ളതെന്നാണ്. അതിനകത്ത് അതിജപല, അടുത്ത വാക്ക് അതിജപല, അമിതമായ ചാബല്യം. ചാബല്യമുള്ള ആള്. ചാബല്യത്തെ ഒന്നുകൂടെ പറയുമ്പോ സാറേ? ചാബല്യം എന്ന് പറഞ്ഞാൽ പിന്നെ വീക്ക്നെസ്. ഓൾറെഡി നേരത്തെ നമ്മൾ പറഞ്ഞു. അടുത്തത് തോയേ ഭീരു. അതായത് തോയം എന്ന വാക്ക് വെള്ളം എന്നാണ് അർത്ഥം. തോയം എന്ന വാക്കിന് വെള്ളം എന്നർത്ഥം. പൂരാടം നക്ഷത്രം എന്നും അർത്ഥമുണ്ട്. പൂരാടം നക്ഷത്രം എന്നും അർത്ഥമുണ്ട്. നോക്കിയേ, മേടൻ രാശി, പൂരാടം നക്ഷത്രം, മേടൻ രാശിയല്ലേ ഇവിടെ ലഗ്നം. പൂരാടം നക്ഷത്രം വരുന്നത് എവിടെയാ? ഏത് രാശിയിലാണ്? പൂരാടം അല്ലേ? ശുക്രന്റെ നക്ഷത്രമല്ലേ? ആണോ? ഈ ശുക്രൻ നീചനാകുന്നത്, ഉച്ചനാവുന്നത് എവിടെയാ? കന്നിയിലും മീനത്തിലും. മേടൻ രാശിയിൽ ഉച്ചനാവും. മേടൻ രാശിയിൽ ശുക്രൻ ഉച്ചനാവോ? ഇല്ല, കന്നിയും മീനൻ രാശി. രാശിയാണ്, 12ാമത്തെ രാശിയാണ് അല്ലേ?
അതെ. ഇതിനകത്ത് പറഞ്ഞിരിക്കുന്ന അർത്ഥം, ഞാൻ സ്ക്രീൻ ക്ലോസ് ചെയ്യാണ്. ഇതിനകത്ത് പറഞ്ഞിരിക്കുന്ന അർത്ഥം തോയേ ഭീരു എന്ന് പറയുന്നത് കൊണ്ട് ഉദ്ദേശിച്ചിരിക്കുന്നത് വെള്ളം കണ്ടാൽ ഭയം തോന്നുന്നവനായിരിക്കുമെന്നാണ്. അങ്ങനെ ഒരു ഭയം ഇവിടെ എടുക്കേണ്ട കാര്യമില്ല. ഇവിടെ വെള്ളം കണ്ടാൽ ഭയം തോന്നണമെന്ന് നിർബന്ധമൊന്നുമില്ല. മറിച്ച് ആ വെള്ളം എന്ന് പറയുന്നത് 4-ാം ഭാവമാണ്. അപ്പം 4 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആരാണ്? ചന്ദ്രൻ. ചന്ദ്രനാണ്. അത് ചന്ദ്രന്റെ വീടാണ്. ഓക്കെ. അമ്മയുമായിട്ടുള്ള പ്രതിബദ്ധതയോ അമ്മയെ കൊണ്ടുള്ള ദുഃഖമോ അനുഭവിക്കുക, ഒന്നാമത്തെ പോയിന്റ്. അല്ലെങ്കിൽ വേറൊരു വിധത്തിൽ പറഞ്ഞാൽ, ഇനി ഈ തോയം എന്ന് പറയുന്നത് വെള്ളമാണെന്ന് പറഞ്ഞു, അത് വെള്ളത്തിന്റെ ആള് ചന്ദ്രനാണ് അല്ലേ? വേറൊരു വിധത്തിൽ ചോദിക്കാം. പൂരാട നക്ഷത്രം എന്ന് പറഞ്ഞില്ലേ, അതാരുടെ നക്ഷത്രമാണ്? ശുക്രന്റെ നക്ഷത്രമല്ലേ? അപ്പോഴ് ഇവിടെ ശുക്രൻ 2-ന്റെയും 7-ന്റെയും ആളല്ലേ? അല്ലേ? അവൻ 12-ൽ ഉച്ചനാവുന്നുണ്ട്, 6-ൽ നീചനാവുന്നുണ്ട് അല്ലേ? ആണല്ലോ. 9-ലാണ് ആ പൂരാട നക്ഷത്രം ഇരിക്കുന്നത്. 9-ാം ഭാവം എന്ന് പറയുന്നത് ആരാ? വ്യാഴമാണത്. ഓക്കെ. ഭാവത്തിന്റെ കാലഘട്ടത്തിൽ പിതാവ് എന്നൊരർത്ഥമില്ലേ? ഇവരുടെ പിതാവ് പൊതുവെ ഈ മേടൻ രാശിക്കാരുടെ 9-ാം ഭാവാധിപനും കൂടി നല്ല രീതിയിലല്ലെങ്കിൽ പിതാവിനെ വളരെ നേരത്തെ തന്നെ നഷ്ടപ്പെടും. മേടൻ രാശിക്കാർക്ക് പിതാവിനെ വളരെ നേരത്തെ തന്നെ നഷ്ടപ്പെടാനുള്ള യോഗമുള്ള ഒരു ഗ്രഹസ്ഥിതിയുണ്ട് എന്ന് ചുരുക്കം. മനസ്സിലാവുന്നുണ്ടോ? അമ്മയോട് പ്രതിബദ്ധത ഉണ്ടാകാതിരിക്കാം. പിതാവിന്റെ ഗുണം വളരെ ചെറിയ പ്രായത്തിലോ നല്ല സമയത്തിനുള്ളിലോ നഷ്ടപ്പെട്ടു പോയിട്ടും ഉണ്ടാകാം. ഇതിവിടെ കൊടുക്കുന്ന ഒരു ക്വാളിറ്റിയാണ്. ക്വാളിറ്റി അല്ല, ഒരു ഫലമാണ്. 9-ാം ഭാവാധിപൻ 12-ൽ ഉച്ചം ചെയ്യുന്നു. 9-ാം ഭാവത്തിലെ നക്ഷത്രാധിപൻ 12-ൽ ഉച്ചം ചെയ്യുന്നു. മനസ്സിലായോ? എഴുതിയോ? എഴുതിയില്ല. മനസ്സിലായി? പിതാവിനെ നഷ്ടപ്പെട്ടു പോകാൻ മേടൻ രാശിക്കാരിക്ക് ചെറുപ്രായത്തിൽ തന്നെ വേണമെങ്കിൽ പോകാം. അതിനുള്ള ദശയും അപഹാരമൊക്കെ വന്നാൽ അതെങ്ങനെ വേറൊരു വിധത്തിലൂടെ ഇപ്പൊ നമുക്ക് ഉറപ്പിച്ച് പറയാം. എങ്ങനെയാണെന്നറിയോ? മേടൻ രാശി ലഗ്നമായിട്ട് വരികയും ശുക്രന്റെ നക്ഷത്രമായ പൂരാടം, ഭരണി, പിന്നെന്താ പൂരം, ഭരണി, പൂരം, പൂരാടം നക്ഷത്രത്തിലാണ് അവര് ജനിച്ചത് എങ്കിൽ ആര്? ഈ വ്യക്തി. മനസ്സിലായോ? അവരുടെ പിതാവ് വളരെ ചെറുപ്രായത്തിൽ തന്നെ എന്ത് ചെയ്യും? നഷ്ടപ്പെട്ടു പോകും, അല്ലെങ്കിൽ നാട്. പൂരാടം നക്ഷത്രം. ഭരണി, പൂരം, പൂരാടം. ഭരണി, പൂരം, പൂരാടം. ക്ലിയർ ആയോ? ചെറിയൊരു സംശയം ചോദിച്ചോടെ. ഈ ഓൾറെഡി അച്ഛന്റെ ജാതകത്തിലെ ആയുസ്സിന് വേറെ പറഞ്ഞിരുന്നെങ്കിൽ അതിന് ഇതില്ലേ? ഇല്ല. അച്ഛന്റെ ജാതകത്തിൽ അച്ഛൻ ആയുസ് ബലം ഉണ്ടെങ്കിൽ ആള് നാട് വിട്ടു പോതേ ഉള്ളൂ. മേടം രാശിയില് ഭരണി, പൂരം, പൂരാടത്തില് മേടൻ രാശി ലഗ്നമായിട്ട് വരികയും, വളരെ സീരിയസ് ആയിട്ട് കേൾക്ക്, വെറുതെ എന്തെങ്കിലും എഴുതി വെക്കരുത്. മേടൻ രാശി ലഗ്നമായിട്ട് വരികയും ആ ജാതകൻ ഭരണിയോ പൂരമോ പൂരാടമോ നക്ഷത്രത്തിൽ ജനിച്ചവനും കൂടിയാണ് എങ്കിൽ പിതാവിന്റെ ഗുണം അന്യം ചെല്ലും, അല്ലെ ലഭിക്കുകയില്ല, ചെറുപ്രായത്തിൽ നഷ്ടപ്പെടും. പങ്കാളിയോട് ഇനിയും കുറച്ച് ബോണസ് കാര്യങ്ങളൊക്കെയാണ്. പങ്കാളിയോട്, വിവാഹ പങ്കാളിയോട് അറ്റാച്ച്മെന്റ്
അറ്റാച്ച്മെന്റ് ഉണ്ടാകാനുള്ള ചാൻസസ് കൂടുതലാണ്. എന്നാൽ ചെറിയൊരു വിഭാഗം ആൾക്കാരുടെ ആദ്യ വിവാഹം ഗംഭീരമായിട്ട് പരാജയപ്പെട്ടു. ചെറിയൊരു ആൾക്കാരുടെ ആദ്യ വിവാഹം ഗംഭീരമായി പരാജയപ്പെട്ടു പോകും. പരാജയപ്പെട്ടു പോയി. പൊതുവെ വിവാഹശേഷം അഭിവൃദ്ധിയുള്ള വ്യക്തികളായിരിക്കും. വിവാഹശേഷം അഭിവൃദ്ധിയുള്ള വ്യക്തികളായിരിക്കും. ദയാ, കാരുണ്യം ഇവയൊന്നും ഉണ്ടാവുകയില്ല. ഏത് മേഖലയിൽ? തൊഴിൽ മേഖലയിൽ. ഒരാളുടെ കീഴെ സേവകനായിട്ട് പണിയെടുക്കുമ്പോഴേ ഒന്നും ഉണ്ടാവുകയില്ല. ഇവരോടല്ലേ ഉണ്ടാകാത്തത് സാർ? ഇവരോടല്ലേ ഉണ്ടാകാത്തത്? ഇവർക്കല്ലല്ലോ. എന്ത് തൊഴിൽ മേഖലയുള്ളവർ? തൊഴിൽ മേഖല ഇവരോട് ദയ ഉണ്ടാകില്ലെന്നല്ലേ? ഇവരോട് ദൈവം ഉണ്ടാവും. ഇവർക്ക് ദയ ഉണ്ടാവത്തില്ല. ഇവർക്ക് ദൈവം ഉണ്ടാവും. അതല്ലേ ഞാൻ നേരത്തെ പറഞ്ഞ, ആദ്യമേ തന്നെ പറഞ്ഞ ഫലം അതല്ലേ. വെടിവെച്ച് കൊല്ലടാന്ന് പറഞ്ഞ് ഏൽപ്പിച്ചു പറഞ്ഞാൽ അവൻ പിന്നെ നോക്കത്തില്ല, ആരാന്ന് വെച്ചാലും വെടിവെക്കും. തിരിഞ്ഞോട്ടമില്ല, ദയ ഉണ്ടാകത്തില്ല. ഇവരൊക്കെ പോലീസുകാരായിട്ട് വരണം, പട്ടാളക്കാരായിട്ട് വരണം. വളരെ സൂപ്പറാണ്. മേടൻ രാശി ലഗ്നമാകുന്ന പട്ടാളക്കാരനായിട്ട് വരുന്നത് വളരെ സൂപ്പറാണ്. എനിക്കറിയാവുന്ന ഒരാളുണ്ട്. ഇപ്പോഴത്തെ കേരളത്തിന്റെ ഇപ്പോഴത്തെ ഡ്യൂട്ടിയിലുള്ളതാണ്. ക്ലൈന്റാണ്. ക്രൈം ബ്രാഞ്ച് CI ആണ്. പ്ലസ് ഇന്റലിജൻസിന്റെ ഡ്യൂട്ടി ഉണ്ട്. മേടലഗ്നമാണ്. ആത്മാർത്ഥത കാരണം മാഷനെ ഒരിടത്തും സ്ഥിരമായിട്ട് ജയിക്കാൻ പറ്റത്തില്ല. ചാടിക്കൊണ്ട് അതായത് ആള് പ്രമാദമായ കൊലക്കേസുകള് വളരെ ചുരുങ്ങിയ സമയത്തിനുള്ളിൽ തെളിയിച്ച അങ്ങനെ വിശേഷമായ ക്വാളിറ്റി ഒക്കെ കിട്ടിയിട്ടും വേണ്ട അംഗീകാരം മുകളിൽ നിന്ന് കിട്ടിയിട്ടില്ല. കോടതി വരെ പ്രശംസിച്ച കേസുണ്ട്. പക്ഷെ എന്ത് ചെയ്തില്ല. നമ്മൾ ഈ പറഞ്ഞ ഫലങ്ങളൊക്കെ അവിടെ ക്ലബ് ചെയ്യണം. ജയലക്ഷ്മിക്കൊക്കെ അറിയാൻ പറ്റും. സാറേ ശരിയാ സാറേ, ഞാൻ BSFന്റെ അവാർഡ് വരെ വാങ്ങിച്ച്, പക്ഷെ പ്രയോജനമൊന്നുമില്ല. എന്തോ റാങ്ക് വരെ മേടിച്ചു, പ്രയോജനമൊന്നുമില്ല. അപ്പം ശരി, എന്നാ തൽക്കാലം ഇതെല്ലാം കഴിഞ്ഞു. പിന്നെ ഈഗോ ഉള്ള വ്യക്തിയായിരിക്കും, അതൊക്കെ അറിയാമല്ലോ. നേരത്തെ പറഞ്ഞല്ലോ ധർമ്മം. പിന്നെ ഈ മാനി എന്ന വാക്കിനകത്ത് ഓക്കെ. പിന്നെ കഴിഞ്ഞ വർഷത്തെ ബാച്ചിന് ഞാൻ നോട്ട് കൊടുത്തിട്ടുള്ളത് ഇത് മൊത്തത്തിൽ ഇന്ന് ഒരു നോട്ടാക്കി കൊടുത്തതാണ്. ഇപ്പൊ നിങ്ങൾ കറുത്തം കൂടി പറഞ്ഞു തന്നിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പം ബേസിക്കലി എല്ലാ കാര്യങ്ങളും കിട്ടിയല്ലോ. കിട്ടിയോ? വേറൊരു കാര്യം പറഞ്ഞാല്, സ്വന്തം നാട്ടില് വലിയ ഗുണമൊന്നും കിട്ടാനുള്ള ചാൻസ് ഇല്ല ഇവർക്ക്. പട്ടി വരാം. നാട് വിട്ട് മാറിയാൽ രക്ഷപ്പെട്ടു. രക്ഷ വെട്ടിയ സ്വന്തം നാട്ടിലല്ല, സ്വന്തം നാട്ടിൽ നിന്നപ്പോ രക്ഷപ്പെട്ടോ? കല്യാണം കഴിച്ചു പോരുന്നില്ലേ സാറേ? അങ്ങോട്ട് രക്ഷപ്പെട്ടു. എന്നാലും നാട്ടിൽ തന്നെയാണ്. കവർ നേരത്തെ ആയിരുന്നു. അപ്പൊ തൽക്കാലം പിരിയാം.